ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നീറ്റ് ജെഇ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. ജെഇ ഫേസ് രണ്ടാമത്തെ ഫേസ് നമ്മളിലേക്ക് എത്തുന്നു. നീറ്റ് എക്സാമിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോസ് കാണുന്ന കുറെ കുട്ടികൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ മേ ബി ബോർഡ് എക്സാമിന്റെ ഒക്കെ പ്രിപ്പറേഷനും അതിന്റെ തിരക്കിലും ഒക്കെയാണ്. അപ്പം അതും നന്നായിട്ട് നടക്കട്ടെ. ബോർഡ് എക്സാം ഉറപ്പായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിലെ ഒരു ഇമ്പോർട്ടന്റ് എക്സാമുകളാണ്. നമ്മളിപ്പം +2 ബോർഡ് എക്സാം എന്നൊക്കെ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അത് അടിപൊളിയായിട്ട് നടക്കട്ടെ. പക്ഷേ ഈ ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ നീറ്റ് എക്സാം കൂടെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജെഇ ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ചുമ്മാതെ ബോർഡ് എക്സാമിന് ഫുൾ A+ വാങ്ങാനുള്ള പഠനം പഠിക്കരുത്. ഫുൾ A+ വേണം, പക്ഷെ അതോടൊപ്പം അത് നീറ്റ് അല്ലെങ്കിൽ ജെഇ പോലത്തെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനോട് ഉപകരിക്കുന്ന രീതിയിൽ പഠനം കൊണ്ടുപോയാൽ നന്നായിരിക്കും. അപ്പം എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം പാർട്ട് 2 എന്ന് പറയുമ്പോൾ പാർട്ട് 1 നമ്മൾ വെക്ടേഴ്സും റിലേറ്റീവ് മോഷനും ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർട്ട് 2 എത്തുമ്പോൾ പ്രൊജക്ടൈൽ മോഷനും അതേപോലെ തന്നെ സർക്കുലർ മോഷനുമാണ്. കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് നടത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം, പ്രൊജക്ടൈൽ മോഷനിൽ നിന്നാണ്, എസ്പെഷ്യലി ഒബ്ലിക് പ്രൊജക്ടൈൽ, നോർമൽ പ്രൊജക്ടൈൽ മോഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അത്രയും വെയിറ്റേജ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്. അതുകൊണ്ട് എല്ലാവരും പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. സോ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. നമുക്ക് നോക്കാം. ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ 2D എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ ഗലീലിയോ ലോ ഓഫ് ഇൻഡിപെൻഡൻസി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. മറ്റൊന്നുമില്ല, ഇത്ര മാത്രം, വളരെ സിമ്പിൾ ലോജിക്കാണ്. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ മോഷൻ, ഇപ്പം ഫോർ എക്സാമ്പിൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ഡയമെൻഷണൽ മോഷൻ ആണ് അല്ലെ. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുമ്പോൾ ഒരു 2 ഡയമെൻഷണൽ മോഷൻ ആണ്. എല്ലാവർക്കും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും ദയവ് ചെയ്ത് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ ഇത് ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആണ്. ഇവിടെ ഞാൻ ഒരു പ്രൊജക്ടൈൽ എടുത്ത് ത്രോ ചെയ്യുന്നു. അറ്റ് സം ആംഗിൾ തീറ്റ, നമുക്കറിയാവുന്ന കാര്യമാണ്. അറ്റ് സം ആംഗിൾ തീറ്റ. അപ്പൊ ഇങ്ങനെ തീറ്റ ആംഗിളിൽ നമ്മളൊരു പ്രൊജക്ടൈൽ എടുത്ത് എറിയുകയും അത് അതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന് ഒരു പ്രൊജക്ടൈൽ പാത്തിൽ കൂടെ അത് എൻഡിങ് പോയിന്റിൽ പോയി വീഴുന്നു. അപ്പൊ സെയിം ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് പോയി വീഴുന്നതെങ്കിൽ ഇങ്ങനത്തെ പ്രൊജക്ടൈൽ മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒബ്ലിക് പ്രൊജക്ടൈൽ എന്ന് വിളിക്കുന്നത്. ഞാൻ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ എന്നും ഈ എൻഡിങ് പോയിന്റിനെ സിന്നും ഈ മാക്സിമം ഹൈറ്റിലുള്ള പോയിന്റിനെ ഞാൻ ബി എന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ സെയിം ലെവലിൽ, ഏത് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ അതേ ഹൊറിസോണ്ടൽ ലെവലിൽ ആ ബോൾ പോയി വീണാൽ അങ്ങനെയുള്ള പ്രൊജക്ടൈൽ മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഒബ്ലിക് പ്രൊജക്ടൈൽ എന്ന് വിളിക്കാം. നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ഫുട്ബോൾ തട്ടി ഇവിടെ കൊണ്ടിട്ടു, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, ഇവിടെ മേക്ക് ചെയ്ത ഈ ആംഗിൾ ആണ് തീറ്റ. നമ്മൾ എടുത്തെറിഞ്ഞ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് യു എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ എയിൽ നിന്ന് സിയിലേക്കുള്ള ഈ ദൂരത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ അല്ലെ. റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈലിനെ ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ കാണുന്നത് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ ആണ്, H എന്നാണ് വിളിക്കുന്നത്. അതുപോലെ എയിൽ നിന്ന് സിയിൽ എത്താൻ എടുക്കുന്ന സമയത്തിന് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതിന് ഓരോന്നിനും ഇക്വേഷൻ ഉണ്ട്. ടൈം ഓഫ് ഫ്ലൈറ്റ് T = 2u sin θ/g ആണ്. റേഞ്ച് എന്ന് പറയുന്നത് u² sin 2θ/g ആണ്. മാക്സിമം ഹൈറ്റ് u² sin² θ/2g. ആ വാല്യൂസ് ഒക്കെ നമ്മൾ കാണാൻ പഠിച്ചു വെക്കണം. അതുപോലെ ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ y = x tan θ - gx² / 2u² cos² θ എന്നുള്ള ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, അതുപോലെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ അതൊക്കെ ബൈ ഹാർട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ അതിന്റെ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ ഗലീലിയോസ് ലോ ഓഫ് ഇൻഡിപെൻഡൻസി കൊണ്ട് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിച്ചിരുന്നാൽ എല്ലാവർക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഈ കാണുന്നതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ് അല്ലെ. അതേപോലെ ഈ കാണുന്നത് നമ്മുടെ വൈ ആക്സിസും ആണ്. അപ്പം ഗലീലിയോ ലോ ഓഫ് ഇൻഡിപെൻഡൻസി പറയുന്നത് ഇത്ര മാത്രം. നിങ്ങൾ ഒരു പർട്ടിക്കുലർ മോഷൻ എലോങ് ദി എക്സ് ആക്സിസിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങളൊരു പെർട്ടിക്കുലർ മോഷൻ എലോങ് ദി എക്സ് ആക്സിസിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ എക്സ് ആക്സിസിലെ ഇക്വേഷൻസും
എക്സ് ആക്സിസിലെ അനാലിസിസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് നടത്തുക. അതുമായിട്ട് വൈ ആക്സിസിന് യാതൊരു വിധ ബന്ധവും ഇല്ല എന്നാണ് അർത്ഥം. എക്സ് ആക്സിസിലെ അനാലിസിസ് നടത്തുവാണെങ്കിൽ എക്സിലെ മാത്രം ഇക്വേഷൻസിനെ പറ്റി സംസാരിക്കുക. അപ്പൊ അവിടെ വൈക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ നോക്കില്ല. അതാണ് ഗലീലിയസ് ലോ ഓഫ് ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ വെച്ചിട്ട് തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഈ ബോൾ ഇവിടുന്ന് നിങ്ങളൊരു പ്രൊജക്ടൈൽ പാത്തിൽ കൂടെ എറിയുന്നു. അപ്പൊ വാട്ട് ഈസ് പ്രൊജക്ടൈൽ മോഷൻ? മോഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ആണ്. അപ്പൊ ഇവിടെ ഈ ബോൾ എത്തുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഇതിന്റെ ഡൗൺവേർഡ് ഉള്ള ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേസമയം ഇതിന്റെ ഹൊറിസോണ്ടൽ ഡിറക്ഷനിലുള്ള ആക്സിലറേഷൻ 0 ആണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആക്സിലറേഷൻ അലോങ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് 0 ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ആക്സിലറേഷൻ അലോങ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഇപ്പൊ ഇതേ സമയത്ത് നിങ്ങൾ ഹൊറിസോണ്ടൽ മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് എഴുതുവാണെങ്കിൽ എന്താ ഇക്വേഷൻ എടുക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എഴുതുന്നത് S is equal to ut plus half a t square എന്നാണ്. നമുക്കറിയാം ടൈം എന്തായാലും കോർഡിനേറ്റുകളായിട്ടൊന്നും ഡിപ്പെൻഡൻസി ഇല്ല. അപ്പൊ ഇക്വേഷൻ എഴുതുമ്പോൾ എസ് ആരാവും? എസ് എക്സ് ആവും. യു ആരാകും? യു എക്സ് ആകും. എ ആരാകും? എ എക്സ് ആകും. അപ്പൊ ആക്സിലറേഷൻ അലോങ് എക്സ് ആക്സിസ് ഇപ്പൊ എത്രയാണെന്നാ പറഞ്ഞത്? ആക്സിലറേഷൻ അലോങ് എക്സ് ആക്സിസ് ഓൾവേസ് 0 എന്നാ പഠിച്ചത്. അപ്പൊ ഈ കാണുന്ന ക്വാണ്ടിറ്റി 0 ആയി പോകും. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എക്സ് ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കണം. അപ്പൊ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി എടുക്കണം. അപ്പൊ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ആക്സലറേഷൻ എടുക്കണം. ആ സമയത്ത് വെർട്ടിക്കൽ ഡയറക്ഷനെ പറ്റി യാതൊരുവിധ മൈൻഡ് നമ്മൾ കൊടുക്കില്ല. അതേപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ വൈ ഡയറക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അലോങ് വൈ ഡയറക്ഷൻ ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ S is equal to ut, അത് UYT ആണ്, പ്ലസ് ഹാഫ് AYT സ്ക്വയർ എന്നാണ് എടുക്കുന്നത്. ഇവിടെ AY എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൈനസ് G ആണ്. ആക്സലറേഷൻ അലോങ് വൈ ഡയറക്ഷൻ മൈനസ് G ആണ്, ഡൗൺവേർഡ് ആയതുകൊണ്ട് നെഗറ്റീവ് എടുക്കണം. അപ്പൊ നിങ്ങൾ ആ സമയത്ത് വൈ ഡയറക്ഷനെ മാത്രമാണ് സംസാരിക്കുന്നത്. അതാണ് ഗലീലിയോ ലോ ഓഫ് ഇൻഡിപെൻഡൻസി പറയുന്നത്. കണ്ടോ, വെലോസിറ്റി V ഈക്വൽ ടു U പ്ലസ് AT എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അത് എലോങ് എക്സിൽ എഴുതിയാൽ എല്ലാം എക്സ് എടുക്കണം, എലോങ് വൈ എഴുതിയാൽ എല്ലാം വൈയിൽ എടുക്കുക. അതേപോലെ എല്ലാ കൈനമാറ്റിക് ഇക്വേഷനിലും നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അറ്റ് എ ടൈമിൽ ഒരു ഡയറക്ഷൻ കൺസിഡർ ചെയ്താൽ ആ മറ്റേ ഡയറക്ഷൻ കൺസിഡർ ചെയ്യരുതെന്നല്ല, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ് നിങ്ങൾ ഇക്വേഷൻ എഴുതുന്നതെങ്കിൽ എല്ലാ ക്വാണ്ടിറ്റീസും ആ ഡയറക്ഷനിലായിരിക്കും. മറ്റേ ഡയറക്ഷനായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിച്ചു കൊള്ളുന്നു. ഒബ്ലിക് പ്രൊജക്ടൈലിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫുട്ബോൾ. ഒരാൾ ഇപ്പൊ ലയണൽ മെസ്സി ബോൾ തട്ടും. അപ്പൊ ബോൾ തട്ടുമ്പോൾ അതൊരു ഒബ്ലിക് പ്രൊജക്ടൈൽ പാത്തിൽ കൂടെയാണ് പോകുന്നത്. ഒബ്വിയസ്ലി അതൊരു ഒബ്ലിക് പ്രൊജക്ടൈൽ പാത്താണ്. കാര്യം ഗ്രൗണ്ടിൽ നിന്ന് തട്ടി ബോൾ ഗ്രൗണ്ടിൽ തന്നെ പോയി വീഴുന്ന കോൺസെപ്റ്റ് ആണ് ഒബ്ലിക് പ്രൊജക്ടൈൽ. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ കുറെ കാര്യങ്ങൾ ഇവിടെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അതൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് 1-2 കാര്യങ്ങളൂടെ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, പെട്ടെന്ന് പറഞ്ഞുവിടാം. നമ്മളൊരു റിവിഷൻ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ തിയറി പറഞ്ഞ് സംസാരിച്ച് കളയുന്നില്ല, ആരുടെ സമയം കളയരുത്. അതുകൊണ്ടാണ്. നോക്കിക്കേ, ഇതൊരു പ്രൊജക്ടൈൽ ആണെന്ന് വിചാരിക്കുക. ഇതൊരു പ്രൊജക്ടൈൽ പാത്താണ്. നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു, എയിൽ നിന്ന് ബോൾ സിയിലേക്ക് എത്തിയാൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് റേഞ്ച്, അല്ലെ? ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് റേഞ്ച്. അതേപോലെ ഈ പോയിന്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ബി ആണെങ്കിൽ ഈ കാണുന്നതാണ് അതിന്റെ മാക്സിമം ഹൈറ്റ് H എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടുന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 വളരെ പ്രധാനപ്പെട്ട കാര്യം, വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് പ്രൊജക്ടൈലില്. ഇപ്പൊ നമ്മളൊരു തീറ്റ ആംഗിളിലാണ് ഒരു ബോൾ എടുത്തെറിയുന്നതെങ്കിൽ, നമ്മളൊരു പെർട്ടിക്കുലർ തീറ്റ ആംഗിളിലാണ് ബോൾ എടുത്തെറിയുന്നത് വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി U, ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ വെലോസിറ്റികളെ നമുക്ക് 2 കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. നിങ്ങൾക്കറിയാം, ഈ കാണുന്ന കോമ്പണന്റ് U cos തീറ്റയാണ്. അറ്റ് ദ സെയിം ടൈം ഈ കാണുന്ന കോമ്പണന്റ് U sin തീറ്റയാണ്. അതിലാർക്കും ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിശ്വസിച്ചുകൊള്ളു. ഇത് U cos തീറ്റയാണ്, ഇത് U sin തീറ്റയാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എപ്പോഴും ഓർത്തു വെച്ചോണം, നമുക്ക് ഇതിന്റെ XY ആക്സിസിലെ മോഷനുകളെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നതാണല്ലോ നമ്മളിപ്പോ പറഞ്ഞത്. XY ആക്സിസിലെ മോഷനുകളെ. അപ്പൊ ഈ കാണുന്നത് ഞാൻ X ആക്സിസ് ആണ്, ഇവിടെ ഞാൻ X ആക്സിസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് Y ആക്സിസിനെ പറ്റിയാണ്. ഓർക്കുക,
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഒന്നാമത് ഓർത്തിരിക്കേണ്ട കാര്യം, എക്സ് ആക്സിസിലെ ആക്സിലറേഷൻ സീറോയും വൈ ആക്സിസിലെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓൾവേസ് ഇറ്റ് ഈസ് നെഗറ്റീവ്. എപ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് കൊടുത്തിരിക്കണം. ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് കൊടുത്തിരിക്കുന്നത്. അത് ആദ്യം നിങ്ങൾക്ക് ഓർക്കാവുന്ന കാര്യമാണല്ലോ. ഇനി രണ്ടാമത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഹൊറിസോണ്ടൽ വെലോസിറ്റി ux ഓൾവേസ് എ കോൺസ്റ്റന്റ്. അതായത് നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് എറിയുമ്പോൾ ഉള്ള ഇനിഷ്യൽ വെലോസിറ്റി ആണ് ux എന്ന് വിചാരിക്കുക. കുറെ കഴിയുമ്പോൾ ഈ ബോൾ ഇവിടെ എവിടോ എത്തുന്നു. അപ്പൊ വെലോസിറ്റി ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെയാണല്ലോ. അപ്പൊ ഈ സമയത്ത് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റിനെ ഞാൻ vx എന്ന് വിളിക്കുകയാണ്. ഈ സമയത്തെ വെലോസിറ്റിനെ ഞാൻ vx എന്ന് വിളിക്കുന്നു. ഈ vx ഓൾവേസ് ഈക്വൽ ടു ux ആയിരിക്കും. വിച്ച് മീൻസ് ദാറ്റ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓൾവേസ് കോൺസ്റ്റന്റ്. ടൈം മാറുന്നതിനനുസരിച്ച് ഹൊറിസോണ്ടൽ വെലോസിറ്റി മാറില്ല. എന്താ കാര്യം? വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? v ഈക്വൽ ടു u പ്ലസ് at എന്നാ പഠിച്ചത്. അപ്പൊ vy which is equal to uy, sorry along the x direction അല്ലേ പറയുന്നത്, vx which is equal to ux plus ax into t. ആക്സലറേഷൻ along x എത്രയാ? പ്രൊജക്ടൈൽ മോഷൻ നമുക്കറിയാം. പ്രൊജക്ടൈൽ മോഷന്റെ ഡെഫിനിഷൻ തന്നെ അതാണ്, മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി വിത്ത് റെസ്പെക്ട് ടു ആക്സിസ്. രണ്ട് ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ ഒരു ഒബ്ജക്ട് മൂവ് ചെയ്താൽ അതിനെയാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് വിളിക്കുന്നത്. അതിന്റെ പാത്ത് എന്ന് പറയുന്നത് പാരാബോളിക് പാത്ത് ആണ്. ഈ പാരാബോളിക് പാത്തിന്റെ ഇക്വേഷൻ വരെ നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ. അപ്പൊ ഒരു പാരാബോളിക് പാത്തിൽ കൂടി ഇത് ഇങ്ങനെ പോകും. അവിടെ ആര് മാത്രമേ ഉള്ളൂ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മാത്രം ഇൻഫ്ലുവൻസ് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമേ അവിടെ ഉള്ളൂ. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെർട്ടിക്കൽ ഡയറക്ഷൻ. അപ്പൊ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ സീറോ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഈ ടേം അങ്ങ് സീറോ ആയി പോകും. സോ വിച്ച് മീൻസ് ദാറ്റ് എനിക്ക് എന്ത് പറയാം? എനിക്ക് പറയാം ഫൈനൽ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് ഓൾവേസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അതായത് വെലോസിറ്റി ഓൾവേസ് എ കോൺസ്റ്റന്റ്. അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അത് യൂണിഫോം മോഷനിലായിരിക്കും. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓൾവേസ് കോൺസ്റ്റന്റ്. പക്ഷെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ വെലോസിറ്റി മാറും. വെർട്ടിക്കൽ ഡയറക്ഷനിൽ നിങ്ങൾ ഇക്വേഷൻ എഴുതുമ്പോൾ v ഈക്വൽ ടു u പ്ലസ് at എന്നല്ലേ എഴുതുന്നത്. അപ്പൊ ഇത് vy ആണ്, ഇത് uy ആണ്, ഇത് ay ആണ്. അപ്പൊ v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി vy, u എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി uy, മൈനസ് gt എന്ന് കയറി വരും. കാര്യം ആക്സലറേഷൻ മൈനസ് g ഉണ്ട്. അപ്പൊ അവിടെ വെലോസിറ്റി ഓൾവേസ് ചേഞ്ചസ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അടുത്ത പോയിന്റ് അറിഞ്ഞിരിക്കേണ്ടത്, ഈ പ്രൊജക്ടൈൽ ഇങ്ങോട്ട് പോയി ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഇത് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ അതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി vy ബിക്കം സീറോ. vy എന്നാണ്, vg എന്നല്ല, vy. വെർട്ടിക്കൽ വെലോസിറ്റി vy ഈക്വൽ ടു സീറോ. വെർട്ടിക്കൽ ഡയറക്ഷനിലെ വെലോസിറ്റി സീറോ ആവും. അതുകൊണ്ടാണ് തിരിച്ച് താഴോട്ട് വരുന്നത്. മുകളിലോട്ട് പോയ വെലോസിറ്റി സീറോ ആയി. പക്ഷെ അതിന്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി സ്റ്റിൽ അത് ux-ന് ഇക്വലന്റ് ആണ്. നമുക്ക് അപ്പോഴത്തെ വെലോസിറ്റിയെ vx എന്ന് വിളിക്കാം. സ്റ്റിൽ അവിടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്. ഇവിടുത്തെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആരായിരുന്നു? u cos θ ആയിരുന്നു. അത് ഇവിടെ എത്തുമ്പോഴും എന്തുണ്ടാവും? u cos θ ഉണ്ടായിരിക്കും. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് തൊട്ട് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഹൊറിസോണ്ടൽ വെലോസിറ്റി u cos θ, ആക്സലറേഷൻ സീറോ, vx ഈക്വൽ ടു അഗൈൻ u cos θ. ഏതോ ഒരു മൊമെന്റിലെ vx എടുത്താലും അത് u cos θ, ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓൾവേസ് കോൺസ്റ്റന്റ്. അതുപോലെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റിനെ x എന്ന് വിളിക്കും. വൈ ഡയറക്ഷനിൽ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് നോക്കുക. ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ. ആക്ച്വലി ടൈം ഓഫ് ഫ്ലൈറ്റ് ഒക്കെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ ബോർഡ് എക്സാമിന് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഡെറിവേഷൻ പഠിക്കാനുള്ളത്. ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് വരുന്നത് അറിഞ്ഞിരുന്നാൽ നല്ല കാര്യം. അതിന്റെ ഡെറിവേഷണൽ പാർട്ടൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ റൈറ്റ് നൗ ഞാൻ ഡയറക്റ്റ് ഇക്വേഷൻ പറയുന്നു. ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 2u sin θ by g ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ നമ്മുടെ s is equal to ut plus half at square ഇക്വേഷൻ എടുത്താൽ മതി. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ ഇത് ഇവിടുന്ന് പറന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ടോട്ടൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയി പോകും അല്ലെ. ഇവിടുന്ന് പറന്ന് ഇത് ഇവിടെ എത്തുമ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആറാവും. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അഗെയിൻ അത് ഒറിജിനിൽ പോയി വീഴുന്നുണ്ട് വൈക്ക്. അപ്പൊ അത് സീറോ ആയിപ്പോ. അതുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടാണ് ആൻസർ കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്നതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് 2u sin θ by g. ഇനി ഡെറിവേഷൻ അറിയേണ്ട കാര്യമില്ല. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. അതേപോലെ
ടൈം ഓഫ് അസെന്റ് ആൻഡ് ടൈം ഓഫ് ഡിസെന്റ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, വൺ ഡയമെൻഷനിൽ പഠിച്ച അതേ കോൺസെപ്റ്റ് തന്നെ. ടൈം ഓഫ് അസെന്റ് ഓൾവേസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെന്റ് ആണ്. ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും സെയിം ആണ്. ടൈം ഓഫ് അസെന്റ് എത്ര സമയമുണ്ടോ അത്ര സമയം തന്നെ ടൈം ഓഫ് ഡിസെന്റ് ഉണ്ട്. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് 2u sin theta by g ആണെങ്കിൽ ഇവിടെ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് ടൈം ഓഫ് അസെന്റ് അതിന്റെ പകുതിയായിട്ട് മാറും. u sin theta by g ആകും അല്ലെ, u sin theta by g ആകും. അത് തന്നെയാണ് ടൈം ഓഫ് ഡിസെന്റ്. അപ്പൊ ടൈം ഓഫ് അസെന്റ് പ്ലസ് ടൈം ഓഫ് ഡിസെന്റ് ആണ് ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാം, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞത്? ടൈം ഓഫ് ഫ്ലൈറ്റ് t ഈസ് ഈക്വൽ ടു 2u sin theta ഡിവൈഡഡ് ബൈ g എന്നാ പഠിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊജക്ടൈൽ എറിയുന്നത് ഇങ്ങനെയാണ്, ഒരു പ്രൊജക്ടൈൽ എടുത്ത് എറിഞ്ഞത് അല്ലെ. അപ്പൊ ഹൊറിസോണ്ടൽ വെലോസിറ്റി u ആണ്, ഇത് ഇൻക്ലൈൻഡ് ആയിട്ട് എറിയുന്ന വെലോസിറ്റി u ആണ്. ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്ത ആംഗിൾ തീറ്റ ആണ്, നമുക്കറിയാം. ഇവിടെ തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ തീറ്റ വരുന്നത്. ഈ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ഈ തീറ്റ ആംഗിൾ നിങ്ങൾ നേരെ വെർട്ടിക്കൽ ആക്കി എന്ന് വിചാരിക്കുക. ഇതാണ് ഹൊറിസോണ്ടൽ, നിങ്ങൾ ആ തീറ്റ ചരിച്ച് ഇങ്ങനെ ആക്കി എന്ന് വിചാരിക്കുക. ഇപ്പൊ ഇതാണ് എന്റെ തീറ്റ, ഇതാണ് എന്റെ തീറ്റ. ആ തീറ്റ എന്ന് പറഞ്ഞ ഇപ്പൊ എത്രയായി? 90 ഡിഗ്രി ആയി. നിങ്ങൾ മുകളിലോട്ട് എടുത്തെറിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ 90 ഡിഗ്രി ആകുമ്പോൾ ഇത് 90 ആയി. സൈൻ 90 1 ആണ്. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ എന്ത് കിട്ടും? t ഈസ് ഈക്വൽ ടു 2u ഡിവൈഡഡ് ബൈ g. ഇതാണ് വൺ ഡയമെൻഷനിൽ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഈ സാധനം നമ്മൾ വൺ ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് അല്ലെ. 2u by g, മുകളിലോട്ട് പോകാൻ u by g പഠിച്ചിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ ഇപ്പൊ 2 ഡയമെൻഷൻ അല്ലെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിനിൽ പഠിക്കുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇത് ഇവിടുത്തെ തീറ്റ 90 ഡിഗ്രി ആണ്, അത്രേ ഉള്ളൂ. അപ്പൊ അതൊക്കെ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. In the graph shown in which time is plotted along x-axis, which quantity associated with the projectile motion is plotted along y-axis? y-axisൽ ആരെയായിരിക്കും പ്ലോട്ട് ചെയ്തേക്കെന്നാണ് ചോദിച്ചത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ടൈം മാറുന്നുണ്ട് പക്ഷെ ആ ക്വാണ്ടിറ്റിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് അത് ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ്. നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ അല്ലെ. ടൈം മാറുന്നതിനനുസരിച്ച് ആരൊക്കെ മാറിയാലും ഒരു പ്രൊജക്ടൈൽ മോഷനിൽ ഓൾവേസ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്, ഇറ്റ് ഈസ് യൂണിഫോം മോഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആണെന്നാണ് ഗ്രാഫ് പറയുന്നത്. സോ അതെന്തായിരിക്കും? അതിന്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിരിക്കും. എ ബോഡി ഈസ് ത്രോൺ വിത്ത് എ വെലോസിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് മേക്കിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി. എത്ര സമയത്തിനുള്ളിൽ അത് ഗ്രൗണ്ടിൽ വന്ന് വീഴും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് നമ്മളോട് കാണാൻ ചോദിച്ചത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഇക്വേഷൻ 2u sin theta divided by g ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2 into u നമുക്ക് തന്നിട്ടുണ്ട് 9.8 into സൈൻ തീറ്റ എത്രയാണ്? 30 ഡിഗ്രി ആണ്. സൈൻ 30 ഡിവൈഡഡ് ബൈ മുകളിൽ 9.8 ആയതുകൊണ്ട് ഇവിടെ g നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും 9.8 എടുക്കുക. 9.8 കട്ടായി. സൈൻ 30 1/2 ആണ്. 2 കട്ടായി പോയി. സോ ആൻസർ ഈസ് 1 സെക്കൻഡ്. ആൻസർ ഈസ് 1 സെക്കൻഡ്. 1 സെക്കൻഡ് ഓപ്ഷൻ 4 എടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഹൊറിസോണ്ടൽ റേഞ്ച്. നമ്മൾ റേഞ്ച് എന്താണെന്നൊക്കെ ഓൾറെഡി പറഞ്ഞിരുന്നു. സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന്, ഏത് പോയിന്റിൽ നിന്നാണോ ഒരു പ്രൊജക്ടൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അതേ ഹൊറിസോണ്ടൽ സർഫസിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഹിറ്റ് ചെയ്യും. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് റേഞ്ച് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഈ റേഞ്ചിന്റെ ഇക്വേഷൻ അലോങ് ദി എക്സ് ആക്സിസിലെ ഡിസ്പ്ലേസ്മെന്റ്. കാര്യം നമുക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ആ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ s is equal to ut plus half at square അപ്ലൈ ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ആക്സലറേഷൻ 0 ആണ്. അപ്പൊ ഈ ടൈം നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. ഇവിടെ u into t, ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് അവൻ അവിടെ എത്തി കഴിയുമ്പോഴത്തേക്ക് t എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആവും. ux u cos theta ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ജനറൽ റിലേഷൻ കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന റേഞ്ചിന്റെ ഇക്വേഷൻ ആണ് u square sin 2 theta by g. ഡെറിവേഷൻ പഠിക്കേണ്ട കാര്യമില്ല, കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. പക്ഷേ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുന്നതോടൊപ്പം ഇതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്തതെന്നുള്ളൊരു ബേസിക് മെത്തേഡ്, ആ ഒരു ബേസിക് നോളജ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് റേഞ്ച്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അതോടൊപ്പം ഈ ഇക്വേഷൻസ് u square sin 2 theta by g, അതേപോലെ തന്നെ ഈ sin 2 theta എനിക്ക് എങ്ങനെ എഴുതാം? 2 sin theta cos theta. ആ 2 ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ യുവിനെ സൈൻ തീറ്റയ്ക്കും കോസ് തീറ്റയ്ക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ u sin theta എന്നും വരും, u cos theta എന്നും വരും.
യു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ യു എക്സ് ആണ്, യു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ യു വൈ ആണ്. അങ്ങനെയാണ് 2ux/u/g. ആ ഇക്വേഷനും ഒന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെയാണ് അത് വന്നതെന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കുക, നല്ല കാര്യമായിരിക്കും. അതുപോലെ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആകുന്ന കണ്ടീഷൻ, അത് വളരെ ബേസിക് ആയിട്ടാണ്, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. റേഞ്ചിന്റെ ഇക്വേഷൻ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ ആർ ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ ജി. നമുക്കറിയാം ഇതിൽ നിങ്ങൾ എറിയുന്ന ഒരു മനുഷ്യന് എറിയാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അതെന്തായാലും ഇപ്പൊ എന്നോട് പറയുവാണ് മാക്സിമം റേഞ്ചിൽ എടുത്ത് എറിയാൻ പറഞ്ഞാൽ എന്തായാലും ഞാൻ എറിയുന്ന ഈ യു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് മാക്സിമം, എന്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്. എനിക്ക് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ആഞ്ഞെടുത്ത് എറിയാം, അത് എന്റെ മാക്സിമം. അതിന്റെ താഴോട്ടേ പിന്നെ എനിക്ക് വാല്യൂ ഉള്ളൂ. എനിക്കറിയാവുന്നതിന്റെ മാക്സിമം സ്പീഡിൽ ഞാൻ എറിയുന്നു, അപ്പൊ അത് കോൺസ്റ്റന്റ് ആണ്. ജി എന്ന് പറയുന്ന വാല്യൂ ഇസ് എ കോൺസ്റ്റന്റ്, നമുക്കറിയാം. അപ്പം റേഞ്ച് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഈ സൈൻ 2θ. തീറ്റ എനിക്ക് പല ആംഗിളിൽ അറിയാം. എനിക്ക് 10 ഡിഗ്രിയിൽ അറിയാം, എനിക്ക് 30 ഡിഗ്രിയിൽ അറിയാം, എനിക്ക് 45 ഡിഗ്രീസിൽ അറിയാം, എനിക്ക് 90 ഡിഗ്രീസിലൊക്കെ ഇത് ത്രോ ചെയ്യാം, ഡിഫറെന്റ് ആംഗിളിൽ ത്രോ ചെയ്യാം. അപ്പൊ ഇത് മാക്സിമം ആകണമെങ്കിൽ നമുക്കറിയാം സൈൻ തീറ്റ മാക്സിമം ആകുന്നത് എപ്പോഴാണ്? അതിന്റെ ടോട്ടൽ ആംഗിള് 90 ഡിഗ്രി ആകുമ്പോഴാണ്. സൈൻ 0 സൈൻ 90 ആണ് 1. അപ്പൊ ഇത് മാക്സിമം ആകുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബേസിക് ലോജിക്ക് പറയാൻ പറ്റും സൈൻ 2θ 1 ആയാൽ മതി. സൈൻ 2θ 1 ആവുക. അപ്പം കാരണം സൈൻ ഫംഗ്ഷനിൽ മാക്സിമം എന്ന് പറയുന്ന 1 മിനിമം -1. അപ്പൊ അത് മാക്സിമം എന്ന് പറഞ്ഞാൽ 1 ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ കോൺസെപ്റ്റ് ആണ്. അപ്പൊ മാക്സിമം 1 ആണ്. അപ്പൊ 2θ സൈൻ 2θ 1 ആവണമെങ്കിൽ 2θ എന്തായാൽ മതി? 2θ 90 ഡിഗ്രീസ് ആയാൽ മതി. 2θ 90 ഡിഗ്രീസ് ആണെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയാൽ മതി? 45 ഡിഗ്രി ആണ്. ഈ സെൻസ് വെച്ചിട്ട് നമുക്ക് ഇത് പഠിച്ചു നോക്കാം. ഇത് ഡിറൈവ് ചെയ്തെടുക്കാനും പറ്റും. അതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മാക്സിമം എന്ന് പറയുമ്പോൾ മാക്സിമത്തിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അങ്ങനെ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തൊക്കെ പറയാൻ പറ്റും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. എൻട്രൻസിന് പഠിക്കുന്ന ആൾ ബേസിക്കലി മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ തീറ്റ 45 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഇവിടെ സൈൻ 45 എന്ന് വരുമ്പോൾ അത് സൈൻ 90 ആണെങ്കിൽ 1 ആണ്. അപ്പൊ റേഞ്ച് മാക്സിമത്തിന്റെ ഇക്വേഷൻ u²/g ആണെന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഷെൽ ഈസ് ഫയർഡ് വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് വെലോസിറ്റി v1. വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് വെലോസിറ്റി v1 ഫ്രം എ ഡെക്ക് ഓഫ് എ ഷിപ്പ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി v2. അതായത് ഇതിപ്പോ ഒരു മൂവിംഗ് ഷിപ്പ് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഇത് ഷിപ്പാണെന്ന് ഇപ്പൊ വിചാരിക്കുക കേട്ടോ. ഇത് ഷിപ്പാണ്, എന്റെ അമ്മച്ചിയാണ്, ഇത് ഷിപ്പാണ് നമുക്ക് അസ്യൂം ചെയ്യും. ഈ ഷിപ്പ് മൂവ് ചെയ്യുന്ന സ്പീഡ് എത്രയാ? v2 ആണ്. ഷിപ്പ് മൂവ് ചെയ്യുന്ന സ്പീഡ് v2 ആണ്. ഷിപ്പിൽ നിന്നും നമ്മൾ ബോൾ എടുത്തെറിഞ്ഞത് അല്ലെ, ഷെൽ ഈസ് ഫയർഡ് വിത്ത് എ വെലോസിറ്റി v1 വെർട്ടിക്കലി അപ്പ്. നിങ്ങൾ വെർട്ടിക്കലി അപ്പാണ് എടുത്ത് എറിയുന്നത് v1. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആ ഷെല്ല് ഫയർ ചെയ്യുന്ന വെലോസിറ്റി വെർട്ടിക്കലി അപ്പും ഷിപ്പ് പോകുന്നത് ഹൊറിസോണ്ടലിയുമാണ്. അപ്പൊ ഇവന് 2 കോമ്പണന്റ് ഓഫ് വെലോസിറ്റികൾ അറ്റ് എ ടൈമിൽ കിട്ടുന്നുണ്ട്. കാര്യം ഇപ്പൊ നമ്മളൊരു ബോൾ എടുത്ത് മുകളിലോട്ട് എറിയുമ്പോൾ ഞാനിവിടെ നിന്നോണ്ടാണ് എറിയുന്നതെങ്കിൽ ബോൾ മുകളിലോട്ട് പോകും. ഞാനിവിടെ എറിയുമ്പോൾ അതേ സമയത്ത് ഞാൻ മുമ്പോട്ട് ഓടുന്നൂടുണ്ടെങ്കിൽ എന്റെ ആ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും കൂടി ഈ ബോളിന് കിട്ടും. അപ്പൊ അതേ കോൺസെപ്റ്റില് ഇവൻ ഇങ്ങനെ ഒരു പ്രൊജക്ടൈലായിട്ട് അങ്ങ് പോകും. മനസ്സിലായോ? അപ്പൊ ഈ കാണുന്ന v2 എന്ന് പറയുന്നത് അവന്റെ ux ആണ്. ഈ കാണുന്ന v1 എന്ന് പറയുന്നത് അവന്റെ uy ആണ്. ക്ലിയർ? അപ്പൊ റേഞ്ചിന്റെ ഇക്വേഷൻ നമ്മൾ ഇപ്പൊ പഠിച്ചത് എന്താ? റേഞ്ചിന്റെ ഇക്വേഷൻ r ഈക്വൽ ടു 2ux/uy/g. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. r is equal to 2ux/uy/g. ഒന്നെങ്കിൽ അങ്ങനെ പഠിക്കാം, അല്ലെ ഇനി ഇത് അറിയത്തില്ലെങ്കിൽ ഈ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. എന്നിട്ട് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് അതിലേക്ക് എത്താൻ പഠിക്കുക. സൈൻ 2θയുടെ ഇക്വേഷൻ 2 സൈൻ തീറ്റ കോസ് തീറ്റ എഴുതി നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും. സോ ഇപ്പൊ ഡയറക്റ്റ് ഞാൻ ഇക്വേഷൻ പറയുന്നു. റേഞ്ച് എന്ന് പറയുന്നത് 2ux/uy/g ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 into ux എന്ന് പറയുന്ന v2 ആണ്, uy എന്ന് പറയുന്ന v1 ആണ്. അപ്പൊ 2v1 v2 ഡിവൈഡഡ് ബൈ g എന്ന് എഴുതാൻ പറ്റും. ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാം, 2v1 v2 ഡിവൈഡഡ് ബൈ g. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേ മെത്തേഡിൽ തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എ പ്രൊജക്ടൈൽ ഈസ് പ്രൊജക്റ്റഡ് ഫ്രം ഗ്രൗണ്ട് വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി u0i cap plus v0j cap. അതായത് ഇനിഷ്യൽ വെലോസിറ്റി നിങ്ങൾ ഇങ്ങനെ ഒരു u വെലോസിറ്റിയിൽ ഒരു പ്രൊജക്ടൈൽ എടുത്ത് എറിയുന്നു. ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്ത ആംഗിൾ ആണ് വെലോസിറ്റി u. അപ്പൊ ഈ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് വെക്ടർ ഫോമിൽ നമുക്ക് അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? u0i cap പ്ലസ് v0j cap എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ.
u0 i cap plus v0 j cap, which means that എനിക്ക് വളരെ ഈസി ആയിട്ട് എന്താ പറയാൻ പറ്റും, ഈ എറിഞ്ഞ ഇനിഷ്യൽ വെലോസിറ്റി ഹൊറിസോണ്ടൽ കമ്പോണന്റ് u0, ഹൊറിസോണ്ടൽ കമ്പോണന്റ് u0, ഇവന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ഇവന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് v0 ആണ്, വെർട്ടിക്കൽ കമ്പോണന്റ് v0 ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചാൽ എന്താ കാണാനാ, y ഡയറക്ഷൻ, ഫൈൻഡ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇൻ x ഡയറക്ഷൻ, അതായത് ഈ പ്രൊജക്ടൈൽ ഇങ്ങനെ പോയാ വീഴുന്നത്. അപ്പൊ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇൻ x ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതാരാ, അത് റേഞ്ച് ആണ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് റേഞ്ച് ആണ്. അപ്പൊ റേഞ്ചിന്റെ ഇക്വേഷൻ നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, റേഞ്ച് ആർ ഈക്വൽ ടു 2ux uy ഡിവൈഡഡ് ബൈ ജി എന്നാണ് നമ്മൾ പഠിച്ചത്, വിച്ച് ഈസ് ഈക്വൽ ടു 2 into u0 into v0 ഡിവൈഡഡ് ബൈ ജി. ഡയറക്റ്റ് ഇപ്പൊ പഠിച്ച അതേ കോൺസെപ്റ്റ് തന്നെയാണ്, 2u0 v0 ഡിവൈഡഡ് ബൈ ജി ആണ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഇവിടുന്ന് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. The range of a projectile is when fired 75 degree to the horizontal is 0.5 kilometer. Okay. What will be its range when it is fired at 45 degree with the same speed? അപ്പൊ ഇതാണ് ഇവിടുത്തെ കീവേഡ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, കീവേഡുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സെയിം സ്പീഡിലാണ് നിങ്ങൾ എറിയുന്നത്. റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ, റേഞ്ച് ആർ ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. അപ്പൊ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, സ്പീഡ് സെയിമാ, അപ്പൊ യു സ്ക്വയറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ജി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം റേഞ്ച് പ്രപ്പോർഷണൽ ടു സൈൻ 2 തീറ്റ ആണ്, സൈൻ 2 തീറ്റ ആയിട്ടാണ് ബന്ധം. ഫസ്റ്റ് കേസിൽ നമ്മൾ ദ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ വെൻ ഫയർഡ് 75 ഡിഗ്രി, 75 ഡിഗ്രിയിൽ എറിഞ്ഞപ്പോ എത്രയാ, 0.5 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 45 ഡിഗ്രിയിൽ എറിയുമ്പോ എത്രന്നാ ചോദിച്ചത്. എന്തായാലും 45 ഡിഗ്രിയാണ് മാക്സിമം തരുന്നത്, അപ്പൊ അത് കൂടുതൽ തരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റേഞ്ച് പ്രപ്പോർഷണൽ ടു സൈൻ 2 തീറ്റ എന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് കേസിൽ തീറ്റ എത്രയാ, അപ്പൊ സൈൻ 2 തീറ്റ. ഞാൻ ഒന്നാമത്തെ കേസ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒന്നാമത്തെ കേസ്, അപ്പൊ അവന്റെ കറസ്പോണ്ടിങ് റേഞ്ചിനെ നമുക്ക് R1 എന്ന് വിളിക്കാം. അപ്പൊ R1ന്റെ കേസിൽ സൈൻ 2 തീറ്റയാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, സൈൻ ഓഫ് 150 എന്ന് വരും അല്ലെ. കാര്യം തീറ്റ എത്ര, 75 ഡിഗ്രി, അപ്പൊ 2 തീറ്റ എന്ന് പറയുമ്പോൾ 150, സൈൻ 150. അപ്പൊ അത് വാല്യൂ ഡയറക്റ്റ് അറിയാമെങ്കിൽ നല്ല കാര്യം, ഡയറക്റ്റ് അറിയണം. ഇനി ഡയറക്റ്റ് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, സൈൻ 150 നമ്മൾ ക്വാഡ്രന്റ് വൈസ് സൈൻ 150നെ എങ്ങനെ എഴുതാം, 1 into 90 plus 60 എന്ന് എഴുതാം. സൈൻ 150 എന്ന് പറഞ്ഞാൽ 1 into 90 plus 60 എന്ന് എഴുതാം അല്ലെ. 90 plus 60 ആണല്ലോ 150. ഈ 1 into എന്ന് എഴുതുന്നത് എന്തിനാ, 1 into 2 into എന്നൊക്കെ എഴുതുന്നത് എന്താ, ഇത് ഈവൻ ഓഡ് നമ്പറാ. ഓഡ് നമ്പർ ആവുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ കോ ഫംഗ്ഷൻ എടുക്കണം. അപ്പൊ cos 60 ആയിട്ട് മാറി, cos 60 ആയിട്ട് മാറി. cos 60 എന്ന് പറഞ്ഞാൽ അത് 1/2 ആണ്. cos 60 എന്ന് പറയുമ്പോൾ അത് 1/2 ആണ്. ഇനിയും സൈൻ ഫംഗ്ഷനിലാണ് നമ്മൾ ഇത് തുടങ്ങിയത്. അപ്പൊ നമ്മൾ ക്വാഡ്രന്റ് വരച്ചു നോക്കുക, നിങ്ങൾ ക്വാഡ്രന്റ് വരച്ചു നോക്കുക. നമുക്കറിയാം ASTC, ആലപ്പുഴ സെന്റ് തോമസ് കോളേജ്, അല്ലെങ്കിൽ ഓൾ സയൻസ് ടീച്ചേഴ്സ് ആർ ക്രൂവൽ, എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. അല്ലെങ്കിൽ വേറെ എന്താണ്ടൊക്കെ ഉണ്ടല്ലോ, ഓൾ സിൽവർ ടീ കപ്സ്, എന്തായാലും ആട്ടെ. ഫസ്റ്റ് ക്വാർട്ടറിൽ എല്ലാം പോസിറ്റീവ്, സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ പോസിറ്റീവ്. 150 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, സൈൻ ആണ്. അപ്പൊ അത് ഒബ്വിയസ്ലി ആൻസർ അതിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് 1/2 ആണെന്ന് എനിക്ക് മനസ്സിലായി. യെസ്. അപ്പൊ ഫസ്റ്റ് കേസിൽ റേഞ്ച് R1 ആയിരുന്നു, സെക്കൻഡ് കേസിലെ റേഞ്ച് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത് R2. ഫസ്റ്റ് കേസിലെ ആംഗിള് സൈൻ 150 ആണ്, സെക്കൻഡ് കേസിലെ ആംഗിള് സൈൻ 2 തീറ്റ ആണ്. 2 തീറ്റ ആണ്. തീറ്റ എത്ര, തീറ്റ 45 ഡിഗ്രി ആണ്. അപ്പം 2 തീറ്റ എന്ന് പറയുമ്പോൾ അത് സൈൻ 90 വരും. സൈൻ R1 എത്രടാ മക്കളെ, R1 0.5 കിലോമീറ്റർ. സൈൻ 150യും 1/2 ആ. സൈൻ 150 നമുക്കിപ്പോ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1/2 എന്ന് വെച്ചാൽ 1/2 എന്ന് പറയുമ്പോൾ ഇതും 0.5 തന്നെ. 1/2 എന്ന് 0.5 ആണ്. അപ്പൊ ഇവനെ നമുക്ക് കട്ട് ചെയ്തോളാം. അങ്ങനെ R1 0.5 ആണ്. അപ്പൊ എനിക്ക് കിട്ടി R2 എന്ന് പറഞ്ഞാൽ സൈൻ 90. R2 എന്ന് പറഞ്ഞാൽ സൈൻ 90. സൈൻ 90 എത്ര, 1 ആണ്. അപ്പൊ ദാറ്റ് ആൻസർ ഈസ് 1 കിലോമീറ്റർ. സോ ഓപ്ഷൻ 2 എടുക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. 30 സെക്കൻഡ് പോലും വേണ്ട ഇതൊന്നും ചെയ്യാൻ കേട്ടോ. അടുത്താണ് മാക്സിമം ഹൈറ്റ്. ആക്ച്വലി ഇക്വേഷൻ ഡയറക്റ്റ് കാണാൻ പഠിച്ചു നോക്കുക. മാക്സിമം ഹൈറ്റ് H is equal to u square sin square theta by 2g അല്ലെ. u square sin square theta by 2g. വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഇക്വേഷൻ എടുത്ത് v square equal to, കാരണം എന്താ വെർട്ടിക്കൽ ഡയറക്ഷൻ എടുക്കാൻ കാരണം
ഇവൻ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തും, അപ്പോഴാണല്ലോ മാക്സിമം ഹൈറ്റ്. അപ്പൊ വെർട്ടിക്കൽ ഡയറക്ഷനിലെ വെലോസിറ്റി 0 ആണ്. അപ്പൊ അത് അപ്ലൈ ചെയ്യുന്നു, v² = u² + 2as അപ്ലൈ ചെയ്താൽ മതി, ഡയറക്റ്റ് നമുക്ക് ഈ റിലേഷൻ കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ഈ ഡെറിവേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വൺ ഷോട്ട് സീരീസിൽ എല്ലാ ഡെറിവേഷനോടെ പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അതേപോലെ മാക്സിമം ഹൈറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ 90 ഡിഗ്രിയിൽ എടുത്തറിയണം. നമ്മൾ 90 ഡിഗ്രിയിലാണ് എറിയുന്നതെങ്കിൽ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് u²/2g ആയിരിക്കും. തീറ്റയ്ക്ക് 90 ഡിഗ്രി എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കണം. എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം ദ ഗൺ അറ്റ് എ സ്പീഡ് 280 m/s ഇൻ ദ ഡയറക്ഷൻ 30 ഡിഗ്രി എബവ് ദ ഹൊറിസോണ്ടൽ. മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാക്സിമം ഹൈറ്റ് കാണാനാണ്. മാക്സിമം ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? u² sin² തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്നാണ് അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു u എത്ര മക്കളെ? u തന്നിരിക്കുന്നത് 280 m/s ആണ്. സോ 280 into 280 u² sin² തീറ്റ. തീറ്റ 30 ആണ്, sin 30 1/2 ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ ഇവിടെ ഒരു 1/4 കിട്ടും. അപ്പൊ ബൈ ഒരു 4 ഇവിടെ വരും, ബൈ ഒരു 4 ഇടാം. ഓക്കെ, ഈ 1/4 ഞാൻ താഴോട്ട് അങ്ങ് എഴുതി. ഇൻറ്റു 2 ഇൻറ്റു g നമുക്ക് 10 എടുക്കാം, പക്ഷെ ഇവിടെ 9.8 എടുക്കണമെന്ന് അവർ നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അത് എന്തായാലും ഹെൽപ്പ് ആവുക. 9.8 വെച്ച് കട്ട് ചെയ്യാനൊക്കെ വരും. അതുകൊണ്ടായിരിക്കും ഏറെക്കുറെ അങ്ങനെയൊക്കെ കാൽക്കുലേഷൻ മിക്കപ്പോഴും ചോദിക്കുന്നത്. ഇവിടുന്ന് ഇവനെയും കൂടെ കട്ട് ചെയ്താൽ 70 കിട്ടും. 7 4 28. അപ്പൊ അത് 70 കിട്ടും. ഇവിടുന്ന് ഇവനെയും കൂടെ കട്ട് ചെയ്താൽ 140 കിട്ടും അല്ലെ. 250ന്റെ പകുതി 140 കിട്ടും. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ 17 × 4 98 അല്ലെ. 17 × 4 അല്ല, 14 × 7. അക്ഷരങ്ങൾ മാറിപ്പോകുന്നു. 14 × 7 98 അല്ലേ. 7 4 28 2 7 2 9 98 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും കണ്ടോ. സോ ഇവിടെ മുകളിൽ ഒരു 98 വന്നു, പിന്നെ 2 0 ഉണ്ട്, 2 0 ഉണ്ട് അല്ലെ. താഴെ 9.8 ആണ്. ഞാനൊരു 10 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 98 ആയി. അപ്പൊ ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവനെയും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 1 കിട്ടും, 1 കിട്ടും. സോ നമുക്ക് കിട്ടി 1000 മീറ്റർ, അല്ലെങ്കിൽ ആൻസർ 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ 1 എടുക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ചെയ്തു പോകാവുന്ന ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സീലിംഗ് ഓഫ് എ ഹോൾ ഈസ് 40 മീറ്റർ ഹൈ. മാക്സിമം, അതായത് 40 മീറ്റർ ഹൈറ്റിലെ നിങ്ങൾക്ക് ബോൾ എറിയാൻ പറ്റത്തുള്ളൂ. സീലിംഗ് 40 മീറ്റർ ഹൈറ്റിലാണെന്ന് പറയുന്നുണ്ട്. ഫോർ എ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ദ ആംഗിൾ അറ്റ് വിച്ച് ബോൾ ക്യാൻ ബി ത്രോൺ വിത്ത് എ സ്പീഡ് 56 m/s വിത്തൗട്ട് ഹിറ്റിംഗ് ദ സീലിംഗ് ഓഫ് ദ ബോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ആംഗിളിൽ എറിയാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സീലിംഗിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ? h is equal to എത്ര ആംഗിളിൽ അറിയാൻ പറ്റും എന്നാണ് ചോദിച്ചത്. ഹൈറ്റ് കിട്ടിയാൽ അത് മാത്രം മതി, ഈ സ്പീഡിന്റെ ആവശ്യം വരുന്നില്ല. ഹൈറ്റ് കിട്ടിയാൽ 56 m/s വിത്തൗട്ട് ഹീറ്റിംഗ്. ഓക്കെ, ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ? h is equal to u² sin² തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഓക്കെ, ഹൈറ്റ് എത്ര മക്കളെ? 40. ഹൈറ്റ് എത്രയാണ്? 40, വിച്ച് ഈസ് ഈക്വൽ ടു u² എത്രയാണ്? 56. അപ്പൊ 56 ഇൻറ്റു 56, ഇവിടെ 9.8 എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇൻറ്റു sin² തീറ്റ ഡിവൈഡഡ് ബൈ 2g. 9.8 ആണ്. 9.8 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ വാല്യൂസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ 9.8ഉം 56 കൂടെ കട്ട് ചെയ്താൽ അപ്രോക്സിമേറ്റ് 5.7 കിട്ടും. 5.7. കാര്യം 10 ആയിരുന്നു എങ്കിൽ 5.6 ആണ്. 5.6 ഇവിടെ 10 ആയിരുന്നെങ്കിൽ നമുക്ക് 5.6 എഴുതാം. അപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ. ഇത് 10 ഇല്ല. അതേപോലെ ഇവനെയും കൂടെ കട്ട് ചെയ്താൽ 28 അല്ലെ. 28 അല്ലേ. 25 50 പിന്നെ ഒരു 3ന്റെ കൂടുതലൂടെ. 28 × 5.7. 28 × 5.7 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് 25 × 4 ആയിരുന്നെങ്കിൽ 100 വരും. 160. അപ്പൊ നമുക്ക് കിട്ടും 40 is equal to 160
160. 40 is equal to 160 into sin square theta. അല്ലേ? 160 into sin square theta. അപ്പൊ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യാമല്ലോ. ഇതെത്ര വരും? 4 കൊണ്ട് ഇത് കട്ട് ചെയ്താൽ ഇത് 4 എന്ന് വരും. അപ്പൊ എനിക്ക് ഇവിടുന്ന് കിട്ടി സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1/4. സോ സൈൻ തീറ്റ 1/2. അപ്പൊ നമുക്ക് തീറ്റ കിട്ടും എത്ര? 30 ഡിഗ്രി എന്ന് കിട്ടും. തീറ്റ 30 ഡിഗ്രി എന്ന് കിട്ടും. ഓപ്ഷൻ 2 എടുക്കാം. ഓപ്ഷൻ 2 എടുക്കാം. കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കി എടുക്കണം. എന്നാൽ ഇത് നമുക്ക് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The speed of a projectile at a maximum height is half of its initial speed. Angle of projection. ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? നിങ്ങളിപ്പോൾ ഇനിഷ്യലി എറിഞ്ഞ സ്പീഡ് u ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? The speed of a projectile at maximum height is half of its initial speed. ഇനിഷ്യൽ സ്പീഡ് u ആണ്. നമ്മൾ ഇങ്ങനെ ഒരു പ്രൊജക്ടൈൽ എടുത്തെറിഞ്ഞു. മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ നമുക്കറിയാം വെർട്ടിക്കൽ വെലോസിറ്റി 0 ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ. അത് ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ വെലോസിറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു നമ്മളോട്. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ. ഈ കാണുന്ന ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പണന്റ് ആരാ? ഇത് യു കോസ് തീറ്റയാണ്. ഇതാരാ? യു കോസ് തീറ്റയാണ്. നമുക്കറിയാം ഹൊറിസോണ്ടൽ വെലോസിറ്റി ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. അപ്പൊ എനിക്ക് എന്ത് പറയാം? യു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ യു കോസ് തീറ്റ, ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ്. അപ്പൊ യു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ u/2 ആണെന്ന് പറയാം. യു കോസ് തീറ്റ u/2 ആണ്. അപ്പൊ ഇവിടുന്ന് യു കട്ടായി പോയി. അപ്പൊ എനിക്ക് അവിടുന്ന് കിട്ടി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാ? 1/2 ആണ്. കോസ് തീറ്റ 1/2 ആണെങ്കിൽ തീറ്റ എത്ര ആയിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണം. തീറ്റ 60 ഡിഗ്രി ആയിരിക്കണം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4 നമുക്ക് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? ഓക്കെ ആണ്? യെസ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ RH ആൻഡ് T. അതായത് ആക്ച്വലി ഇത് ഡിറൈവ് ചെയ്തൊക്കെ എടുക്കുന്നതാണ്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന സംഭവമൊക്കെ നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിക്കുന്ന പ്രൂഫുകളൊക്കെയാണ്. പ്രൂഫ് 4H = R tan θ. ഹൈറ്റിന്റെയും ആറിന്റെ ഒക്കെ റിലേഷൻ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഈ ഇക്വേഷൻ ഒരു എൻട്രൻസ് എക്സാം ഹാളിൽ പോകുന്ന ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് റിലേഷൻസ് ഉണ്ട്. ഏറ്റവും ബേസിക്കലി നിങ്ങൾ ഇത്ര ആൾക്കാരെങ്കിലും പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊന്ന് പഠിച്ചു വെക്കാനുള്ള മനസ്സ് കാണിക്കുക. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കുക, അത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിനെയാണ് ഞാൻ മേഘത്തിൽ ഇട്ട് വെച്ചത്. 4H = R tan θ. മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഫോർ ഗിവൺ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഇഫ് ദ ഇനിഷ്യൽ വെലോസിറ്റി doubled the range of a projectile become. ഇനിഷ്യൽ വെലോസിറ്റി ഡബിൾ ആക്കി റേഞ്ച് എത്ര വരും എന്നാണ് ചോദിച്ചത്. അത് റേഞ്ചുമായിട്ടുള്ള ഡയറക്റ്റ് റിലേഷൻ എടുത്താൽ മതി. റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ? R = u² sin 2θ ഡിവൈഡഡ് ബൈ g. റേഞ്ചിന്റെ ഇക്വേഷൻ നമുക്കറിയാം, u² sin 2θ/g. ഫോർ എ ഗിവൺ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ മാറിയിട്ടില്ല. ഇഫ് ദ ഇനിഷ്യൽ വെലോസിറ്റി ഡബിൾഡ്, ഇനിഷ്യൽ വെലോസിറ്റി മാത്രമേ മാറിയിട്ടുള്ളൂ, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ മാറിയിട്ടില്ല, g കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എനിക്ക് പറയാം റേഞ്ച് പ്രപ്പോർഷണൽ ടു u² ആണ്. ഇപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി ഡബിൾ ആക്കി. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി ഡബിൾ ആക്കിയാൽ പുതിയ റേഞ്ച് r' ആണ്. which is proportional to the range of a projectile become what എന്നാണ് ചോദിച്ചത്. ഇനിഷ്യൽ വെലോസിറ്റി ഡബിൾ ആക്കി. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാ? 2u ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ. സോ r' proportional to 4u² എന്ന് എഴുതാൻ പറ്റും. 4u². അപ്പൊ നേരത്തേത് u² ആയിരുന്നു, ഇപ്പൊ എത്രയായി? 4u² ആയിട്ട് മാറി. വിച്ച് മീൻസ് ദാറ്റ് റേഞ്ച് ബിക്കം 4 times. കാര്യം ഇനിഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്. അപ്പൊ 2ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് 4 times ആവും. അതൊക്കെ ഡയറക്റ്റ് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. A ball is projected to attain the maximum range. If the height attained is h, the range is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ ഓൾറെഡി പഠിച്ചതല്ലേ. A ball is projected to attain maximum range. അതാണ് അവിടുത്തെ കീവേഡ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, if range is maximum, range maximum ആകണമെങ്കിൽ നമ്മൾ പഠിച്ചത് തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കണം. ഈ കണ്ടീഷൻ നമുക്കറിയാം. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് if the height attained is h, അങ്ങനെയാണെങ്കിൽ റേഞ്ച് എത്ര എന്നാ? ഹൈറ്റ് h ആണ്, അങ്ങനെയെങ്കിൽ റേഞ്ച് എത്ര? അപ്പൊ നമ്മൾ മനസ്സിലാക്കുക റേഞ്ചിന്റെ വാല്യൂ തന്നിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് h-ലാണ്. നമ്മളിപ്പോ പഠിച്ചതല്ലേ ഉള്ളൂ. h-ഉം റേഞ്ചും ഉള്ള ഇക്വേഷൻ 4H =
ആർ ടാൻ തീറ്റ. ഇത് മിക്കപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. തീറ്റ 45 ഡിഗ്രി ആണ്, റേഞ്ച് മാക്സിമം ആണെങ്കിൽ തീറ്റ 45, ടാൻ 45 1 ആണ്. അപ്പൊ നമുക്ക് അവിടുന്ന് കിട്ടി റേഞ്ച് ഈക്വൽ ടു 4h. റേഞ്ച് ഈക്വൽ ടു 4h ആയിരിക്കണം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ മോഷൻ. ശ്രദ്ധിച്ചിരിക്കണം മക്കളെ, ട്രജക്ടറി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന്റെ പാരബോളിക് പാത്തിനെയാണ് ട്രജക്ടറി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഈ കാര്യമൊക്കെ പറഞ്ഞതാണ്. എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഞാനൊരു എക്സാമ്പിൾ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാൻ ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പം ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ നമ്മളൊരു ബോൾ എടുത്തെറിയുന്നു. അതൊരു പ്രൊജക്ടൈൽ പാത്തിൽ കൂടെ അത് ഇവിടെ വന്ന് വീണു. അപ്പൊ ഇത് നമുക്കറിയാം, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഈ പോയിന്റിലെത്തി. അപ്പൊ ഈ പാരബോളിക് പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാജക്ടറി എന്ന് വിളിക്കുന്നത്. ട്രാജക്ടറി. ആക്ച്വലി ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ, ഒരു യു വെലോസിറ്റിയിൽ തീറ്റ ആംഗിൾ ഇത് എടുത്തറിയുക. ഇതിന്റെ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇക്വേഷൻ ഡയറക്റ്റ് പഠിക്കുക. എക്സാമിന് ഡയറക്റ്റ് അങ്ങനെ ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്. ഈ ബോൾ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തി എന്ന് വിചാരിക്കും. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നമുക്കറിയാം ഇതിന് ഇവിടെ ഒരു എക്സ് കമ്പോണന്റ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു എക്സ് കമ്പോണന്റ്, ഒരു എക്സ് ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അല്ലേ? ഒരു എക്സ് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ ബോളിന് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു വൈ കമ്പോണന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ എക്സ് ഡിസ്റ്റൻസിലെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് യുവും ഇത് തീറ്റയും ആണെങ്കിൽ ഇങ്ങോട്ടുള്ള വെലോസിറ്റി യു കോസ് തീറ്റ അല്ലേ? അപ്പൊ സപ്പോസ് ഈ എയിൽ നിന്ന് ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് വരെ എത്താൻ എടുത്ത ടൈം ടി ആണെങ്കിൽ നമുക്ക് അവിടുത്തെ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എടുത്താൽ എസ് എന്ന് പറഞ്ഞാൽ ആരാ? എക്സ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു യു ടി ആരാ? യു എന്ന് പറഞ്ഞാൽ യു കോസ് തീറ്റ ആണ്, ഇൻറ്റു ടൈം ടി ആണ്. അപ്പൊ അവിടുന്ന് ടൈം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. നമുക്ക് ടൈം കിട്ടും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി വെർട്ടിക്കൽ ഡയറക്ഷന്റെ ഇക്വേഷൻ എടുത്ത്, വെർട്ടിക്കൽ ഡയറക്ഷനിൽ വൈ ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എസ് ആരാ? വൈ ആണ്. എസ് ഇസ് ഈക്വൽ ടു യു ടി, ഈ ഡയറക്ഷനിലോട്ടുള്ള വെലോസിറ്റി യു സൈൻ തീറ്റ ആണ്. അപ്പൊ യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ടിയുടെ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് കിട്ടുന്ന റിലേഷൻ ആണ് വൈ ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇവിടെ നിന്ന് എക്സ് ടാൻ തീറ്റ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് റിലേഷൻ പഠിക്കാം, പാരബോളയുടെ ജനറൽ ഇക്വേഷൻ പഠിക്കാം. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനത് ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. ഫൈനൽ പ്രിപ്പറേഷനിൽ നിൽക്കുന്ന നമ്മൾ ഈ ഡെറിവേഷൻ കാണാതെ പഠിക്കുകയല്ല, മറിച്ച് വേണ്ടത് ഇതിന്റെ ലോജിക്ക് ഇങ്ങനെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ബേസിക് ആയിട്ട് എക്സ് ഡിസ്റ്റൻസിൽ നിന്ന് ടൈം കാണുന്നു, വൈ ഡിസ്റ്റൻസിൽ അത് അപ്ലൈ ചെയ്യുന്നു. ഈ ബേസിക് ലോജിക് അറിഞ്ഞിരിക്കുക. അങ്ങനെയാണ് ട്രജക്ടേഡ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. ആ ട്രജക്ടേഡ് ജനറൽ ഇക്വേഷൻ ആണ് എക്സ് ടാൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇത് പാരബോളയുടെ ഒരു ജനറൽ ഇക്വേഷൻ ആണ്. y ഈക്വൽ ടു എക്സ് മൈനസ് ബി എക്സ് സ്ക്വയർ പാരബോളയുടെ ജനറൽ ഇക്വേഷൻ ആണ്. അതേപോലെ തന്നെ നമ്മൾ ആ ഇക്വേഷൻസ് എല്ലാം ഞാൻ ഇവിടെ കൊടുത്തു. ട്രജക്ടറിയുടെ ഇക്വേഷൻ ഇവിടുന്ന് എക്സ് ടാൻ തീറ്റ കോമൺ ആയിട്ട് എടുത്താൽ ഇൻ ടേംസ് ഓഫ് റേഞ്ചിൽ ഇക്വേഷൻ വരും. ഇവിടുന്ന് എക്സ് ടാൻ തീറ്റ പുറത്തെടുത്താൽ ഇവിടെ എടുക്കാൻ ടാൻ തീറ്റ ഇല്ല. അപ്പൊ അത് ടാൻ തീറ്റ കൂടെ കൊടുത്ത് നമുക്ക് കിട്ടുന്ന റിലേഷൻ ആണ്. അപ്പൊ താഴെ റേഞ്ചിന്റെ ഒരു ഇക്വേഷൻ കയറി വരും. അത് നിങ്ങൾ നോക്കിയാൽ മതി. അത് നമുക്ക് കാണാൻ പഠിക്കും. ഐ മീൻ അത് ഡിറൈവ് ചെയ്ത് പഠിക്കേണ്ട. ഈ ഇക്വേഷൻ ഡയറക്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക. എക്സ് ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ ആർ ആണ്. അതേപോലെ നമ്മുടെ പാരബോളയുടെ ഇക്വേഷൻ y ഈക്വൽ ടു എക്സ് മൈനസ് ബി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞില്ലേ? ഒരു ബോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എക്സ് ആർ ആയിട്ട് മാറും, റേഞ്ച് ആയിട്ട് മാറും. എക്സ് റേഞ്ച് ആയിട്ട് മാറും, y 0 ആവും. കാര്യം ഇവിടുന്ന് ട്രാവൽ ചെയ്ത് അവൻ ഇവിടെ തന്നെ വന്ന് വീണു, എക്സ് ആക്സിസിൽ വന്ന് വീഴുമ്പോൾ y 0 ആയിപ്പോ. അപ്പൊ എക്സ് റേഞ്ച് ആവുകയും y 0 ആയാൽ ഈ പാരബോളയുടെ ഇക്വേഷനിൽ നിന്ന് റേഞ്ച് a ബൈ ബി, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൂടെ നിങ്ങൾക്കൊന്ന് പഠിച്ചു വെക്കാവുന്നതാണ്. ക്ലിയർ ആണ്? യെസ്. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക. അതേപോലെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, അതായത് ഏതൊരു ഇൻസ്റ്റന്റിലെയും വെലോസിറ്റി കാണാനുള്ള ജനറൽ ഇക്വേഷൻ ആണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. ഈ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നല്ല കാര്യം. പക്ഷെ അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മളൊരു പാരബോളിക് പാത്തിൽ കൂടെ ഒരു ഒബ്ജക്റ്റ് എടുത്ത് എറിയുന്നു. ഇതാ ഇവിടെ വന്ന് വീണു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ ഇവിടെ നിന്നാണ് ബോൾ എടുത്തെറിഞ്ഞത്. എനിക്ക് സപ്പോസ് ഈ ഇൻസ്റ്റന്റിലെ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റന്റിലെ ഏത് ഇൻസ്റ്റന്റ് ആയിക്കോട്ടെ, ഇപ്പൊ സപ്പോസ് എനിക്ക് ഈ ഇൻസ്റ്റന്റിലെ വെലോസിറ്റി, ടാൻജൻഷ്യലി ഉള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ വെലോസിറ്റി v ആണ്. ഉറപ്പായിട്ടും ഈ ഡയറക്ഷനിൽ അവൻ ഇങ്ങോട്ട് എന്തുണ്ട്? ഒരു വി എക്സ് ഉണ്ട്. അതുപോലെ ഇങ്ങോട്ട് എന്തുണ്ട്? അവനൊരു വി വൈ ഉണ്ട്. അപ്പൊ ഞാൻ ഈ വെലോസിറ്റിയുടെ വെക്ടർ ഫോം എഴുതിയാൽ v ഇസ് ഈക്വൽ ടു എന്താന്ന് എഴുതുക? എനിക്ക് വി എക്സ് ഐ ക്യാപ്പ് പ്ലസ് വി വൈ ജെ ക്യാപ്പ് എന്ന് എനിക്ക് പറയാം.
വെക്ടർ ഫോം എഴുതിയാൽ വി എക്സ് ഐ ക്യാപ്പ് പ്ലസ് വി വൈ ജെ ക്യാപ്പ് എന്ന് എഴുതാം. എന്നിട്ട് ഈ വി എക്സും വി വൈയും കാണുക എന്നുള്ളതാണ് നമ്മുടെ പണി. വി എക്സ് എങ്ങനെ കാണാം? നമുക്കറിയാം നമ്മൾ ഇനിഷ്യലി എറിയുന്ന വെലോസിറ്റി, ഞാൻ ഡെറിവേഷൻ മൊത്തം ഒന്നും പറയുന്നില്ല, ഇത് യു ആണ്. ഇത് പറഞ്ഞു വരുമ്പോൾ ഇത് മൊത്തം പറയുന്നു. ഇത് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കമ്പോണന്റ് യു കോസ് തീറ്റയാണ്. ഈ വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റയാണ്. ക്ലിയർ? അപ്പൊ ഇവിടെ നമുക്ക് വാട്ട് ഈസ് വി എക്സ്? വി എക്സ് ഈക്വൽ ടു ആരാ? വി എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ. യു കോസ് തീറ്റ. അപ്പൊ വി എക്സ് ഐ ക്യാപ്പ് എന്ന് എടുത്താൽ യു കോസ് തീറ്റ ഐ ക്യാപ്പ് എന്ന് എനിക്ക് എഴുതാം. ബിക്കോസ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓൾവേസ് കോൺസ്റ്റന്റ്. വി വൈ എങ്ങനെ എഴുതാം? വി വൈ ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പൊ വൈ ഡയറക്ഷനിലാണ്. അപ്പൊ വി ഈക്വൽ ടു യു സൈൻ തീറ്റ. വി ഈക്വൽ ടു യു സൈൻ തീറ്റ യു പ്ലസ് എ ടി. അപ്പൊ മൈനസ് ജി ടി. ഇത് ജെ ക്യാപ്പ് എന്ന് എടുക്കാം. ജെ ക്യാപ്പ് എന്ന് എടുക്കാം. ക്ലിയർ? വി ഈക്വൽ ടു യു പ്ലസ് വി ഈക്വൽ ടു യു പ്ലസ് എ ടി. എ ഇല്ല, എക്സ് ഡയറക്ഷനിൽ എ ഇല്ല. വൈ ഡയറക്ഷനിൽ വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇവിടെ ജി നെഗറ്റീവ് ആണ്, അപ്പൊ മൈനസ് ജി ടി. ക്ലിയർ? ഈ വാല്യൂ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ മോഡുലസ് എടുക്കുന്നു. അപ്പൊ കിട്ടുന്ന വാല്യൂ ആണ് റൂട്ട് ഓഫ് യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. നോക്ക്, ഇത് അതിനെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചാണ്. യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കണ്ടോ യു സൈൻ തീറ്റ മൈനസ് ജി ടി. യു സൈൻ തീറ്റ മൈനസ് ജി ടി ദ ഹോൾ സ്ക്വയർ. കണ്ടോ? ഇത്തരം പഠിച്ചാൽ മതി. ഇത് അറിഞ്ഞില്ലെങ്കിലും സാരമില്ല, ഇതെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഈ ലോജിക് ഇങ്ങനെയാണ് എന്ന കോൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഇവിടുന്ന് വെലോസിറ്റി വെക്ടർ വി കിട്ടും. വി എക്സ് ഐ ക്യാപ്പ്. വി എക്സ് ആരാ? യു കോസ് തീറ്റ ഐ ക്യാപ്പ് പ്ലസ് വി വൈ ആരാ? യു സൈൻ തീറ്റ മൈനസ് ജി ടി ഇൻറ്റു ജെ ക്യാപ്പ്. എന്നിട്ട് അതിന്റെ മോഡുലസ് എടുത്താൽ റൂട്ട് ഓഫ് എടുത്ത്. അത്രയെങ്കിലും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് from a point A with a velocity 20 meter per second at an angle 60 degree with the horizontal direction. At the highest point അതിന്റെ പാത്തിൽ എത്തുമ്പോൾ വെലോസിറ്റി വി ആണെങ്കിൽ ആ വി എത്രയാണെന്ന് ചോദിച്ചത്? അറ്റ് ഹയസ്റ്റ് പോയിന്റിൽ. നമുക്കറിയാം ഈ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. ഇത് തീറ്റ ആണെങ്കിൽ ഈ കാണുന്ന കോമ്പണന്റ് ആരാ? 20 കോസ് തീറ്റ. ഈ കോമ്പണന്റ് 20 കോസ് തീറ്റ ആണ്. അപ്പൊ എനിക്കൊരു കാര്യം പറയാം, 20 കോസ് തീറ്റയോട് ഇക്വലന്റ് ആണ് അവന്റെ വെലോസിറ്റി വി. ബിക്കോസ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓൾവേസ് കോൺസ്റ്റന്റ്. ഇനി തീറ്റ തന്നിട്ടുണ്ട് എത്രയാ? 60 ഡിഗ്രി ആണ്. അപ്പൊ 20 ഇൻറ്റു കോസ് 60 1/2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു വി. Therefore v ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. v is equal to 10 meter per second. So option 3 എടുക്കാം. ഓപ്ഷൻ 3 എടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. A ball is projected with a velocity 10 meter per second at an angle 60 degree with vertical. കണ്ടോ? At an angle, എല്ലാവരും തെറ്റിക്കും. At an angle 60 degree with vertical. വെർട്ടിക്കലുമായിട്ട് 60 ഡിഗ്രി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് പ്രൊജക്ടൈൽ പാത്ത് എങ്കിൽ, ഇങ്ങനെയാണ് എറിയുന്നതെങ്കിൽ, ഇതാണ് ഇനിഷ്യൽ വെലോസിറ്റി യു എങ്കിൽ, അവർ ഈ ആംഗിൾ ആണ് 60 തന്നത്. നമുക്ക് വേണ്ടത് ഈ ആംഗിൾ ആണ്. നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് 30 ഡിഗ്രിയാണ്. മറന്നു പോകരുത്. അപ്പൊ a ball is projected with a velocity 10 meter per second at an angle 60 degree with vertical direction. Its speed at the highest point of its trajectory. Speed at the highest point of its trajectory. അതായത് ഇവിടുത്തെ വെലോസിറ്റി കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, ഇത് യു, ഇത് 30. അപ്പൊ ഇതാരാ? ഇത് യു കോസ് 30. യു കോസ് 30. അപ്പൊ നമുക്കറിയാം ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റികൾ സെയിം ആണ്. അപ്പൊ എനിക്ക് എഴുതാം വെലോസിറ്റി വി എന്ന് പറയുന്നത് യു കോസ് 30ക്ക് ഇക്വലന്റ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു യു എത്രയാണ്? 10 ആണ്. 10 ആണ്. കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. കോസ് 30 √3/2 ആണ്. കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5√3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഈസ് 2. സെക്കൻഡ് ഓപ്ഷൻ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. കൈനറ്റിക് എനർജി അറ്റ് മാക്സിമം ഹൈറ്റ്. ഇതൊക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമല്ല. ഈ ഇക്വേഷൻസ് ഒന്നും കാണാതെ പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അറിഞ്ഞിരുന്നാൽ നല്ല കാര്യം, അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഒന്നുമില്ല, ഇവിടുന്ന് എടുത്ത് എറിയുമ്പോൾ ഈ കൈനറ്റിക് എനർജി അറ്റ് മാക്സിമം ഹൈറ്റ് എന്നാ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടുന്ന് എടുത്ത് എറിയുമ്പോൾ ഇത് ഗ്രൗണ്ട് ആണ്.
പൊട്ടൻഷ്യൽ എനർജി 0. ഇവിടെ നിന്ന് എറിയുമ്പോൾ യു വെലോസിറ്റി ഉണ്ട്, അപ്പൊ കൈനറ്റിക് എനർജി ഹാഫ് എം യു സ്ക്വയർ. കാരണം ഇനിഷ്യലി കൈനറ്റിക് എനർജി ഉണ്ട്, കാരണം നിങ്ങൾ ഒരു യു സ്പീഡിലാണ് എറിയുന്നത്. ഇതേ പൊട്ടൻഷ്യൽ എനർജി 0. അപ്പം ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 0, പക്ഷെ കൈനറ്റിക് എനർജി എന്തായി? ഹാഫ് എം യു സ്ക്വയർ ആയി. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെ സമ്മാണ്. പൊട്ടൻഷ്യൽ എനർജി ഇല്ല, അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കൈനറ്റിക് എനർജി അതിന് ഇക്വലന്റ് ആണ് ഹാഫ് എം യു സ്ക്വയർ. ഓക്കെ, ഇനി അടുത്തത് കൈനറ്റിക് എനർജി അറ്റ് മാക്സിമം ഹൈറ്റ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ കൈനറ്റിക് എനർജി അറ്റ് ഹൈറ്റ് കാണാൻ ഹാഫ് എം അവിടുത്തെ വെലോസിറ്റി, അത് വി എക്സ് സ്ക്വയർ ആണ്. ആ പോയിന്റ് വെലോസിറ്റി വി എക്സ് ആണ്, കാരണം വി വൈ ഇല്ല, 0 വി എക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹാഫ് എം ഈ വി എക്സ് ആർക്ക് ഇക്വലന്റ്, ഈ വി എക്സ് ആർക്ക് ഇക്വലന്റ്, യു എക്സിന് ഇക്വലന്റ് ആണ്. അപ്പൊ യു എക്സ് സ്ക്വയർ, യു എക്സിന് എന്ത് കൊടുക്കാം? യു കോസ് തീറ്റ സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പം ഇവിടെ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് കയറി വരും. അതില് ഇവൻ ആരാ? ഇവൻ ഇനിഷ്യൽ എനർജിയാ, ഇനിഷ്യൽ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഇനിഷ്യൽ ടോട്ടൽ എനർജിയാ. അപ്പൊ ഇവനെ പകരം ടോട്ടൽ എനർജി എന്ന് കൊടുക്കാം. അപ്പൊ ടോട്ടൽ എനർജീനെ കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാണ് അർത്ഥം. ടോട്ടൽ എനർജിയാണ് ഹാഫ് എം യു സ്ക്വയർ, അതാണ് ഹാഫ് എം യു സ്ക്വയറിനെ കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ലോജിക് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. എ ബോൾ ഹൂസ് കൈനറ്റിക് എനർജി ഈസ് ഇ thrown at an angle 45 degree to the horizontal. Its kinetic energy at highest point of the flight. Kinetic energy at highest point. അതല്ലേ ഇപ്പൊ നമ്മൾ പഠിച്ചത്, kinetic energy at highest point. അപ്പൊ kinetic energy at highest point എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ടോട്ടൽ എനർജീനെ കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ, അല്ലെങ്കിൽ ഹാഫ് എം യു സ്ക്വയറിനെ കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ്, ഇത് ഡയറക്റ്റ് ഇക്വേഷൻ അറിഞ്ഞിരിക്കാമെങ്കിൽ ഹാഫ് എം യു സ്ക്വയറിനെ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ എനർജിനെ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. ഇനി സപ്പോസ് ഇത് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാനും വലിയ സമയമൊന്നും വേണ്ട, ടപ്പ നമുക്ക് എക്സാമിന് ഹാളിൽ ഇരുന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, എ ബോൾ ഹൂസ് കൈനറ്റിക് എനർജി ഈസ് ഇ. അപ്പം ഹാഫ് എം വി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി, അതായത് ടോട്ടൽ എനർജി, അത് ഇ ആണ്, ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. തീറ്റ എത്ര? 45 ആണ്. അപ്പൊ ഇത് കോസ് 45 ആണ്. അപ്പൊ കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. അപ്പൊ 1/√2ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു E/2. എനർജി പകുതിയായിട്ട് മാറും, എനർജി പകുതിയായിട്ട് മാറും. അതും ഒരു റിസൾട്ട് ആയിട്ട് പഠിച്ചു വെച്ചോളൂ. 45 ഡിഗ്രിയിൽ എറിഞ്ഞാൽ താഴെയുള്ള എനർജി നേരെ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ പകുതിയായിട്ട് മാറും. ഇറ്റ്സ് കൈനറ്റിക് എനർജി അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ്. കൈനറ്റിക് എനർജി അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് E/2 എന്ന് കിട്ടും. ക്ലിയർ? അടുത്തത് പൊട്ടൻഷ്യൽ എനർജി അറ്റ് മാക്സിമം ഹൈറ്റ്. പൊട്ടൻഷ്യൽ എനർജി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, ഇവിടെ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. പക്ഷെ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ ഇവൻ മാക്സിമം ഹൈറ്റിലെത്തി, അപ്പൊ ഇവന് ഈ എച്ച് ഹൈറ്റ് കിട്ടുന്നുണ്ട്, അപ്പൊ ഉറപ്പായിട്ടും അവന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പം ടോട്ടൽ എനർജി ഇനിഷ്യൽ കൈനറ്റിക് എനർജിക്ക് ഇക്വലന്റ് ആണ്, അത് ഹാഫ് എം വി സ്ക്വയർ ആണ്. പൊട്ടൻഷ്യൽ എനർജി അറ്റ് മാക്സിമം ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgh ആണ്. വർക്ക് എനർജിയും കൂടെ പഠിച്ചു കഴിയുമ്പോഴാണ് ഇത് കൂടുതൽ മനസ്സിലാവുന്നത്. പക്ഷെ നിങ്ങൾ എൻട്രൻസിന് പോകുന്ന ആൾക്കാരാകുമ്പോൾ എല്ലാം പഠിച്ചിട്ടുണ്ടാവും. സോ പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റ് ആണ്. അപ്പൊ എന്ത് കൊടുക്കുക? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഈ യു സ്ക്വയർ എടുത്ത് ഇവിടെ കൊടുത്ത്, ഈ യു സ്ക്വയർ എടുത്ത് ഇവിടെ കൊടുത്ത്, ഈ 2 എടുത്ത് ഇവിടെ കൊടുത്തേ, അപ്പൊ ഹാഫ് എം യു സ്ക്വയർ എന്ന് വരും. ഈ ജി അങ്ങ് വെട്ടിപ്പോയി, അപ്പൊ ഹാഫ് എം യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. നേരത്തെ ഹാഫ് എം യു സ്ക്വയറിനെ കോസ് സ്ക്വയർ തീറ്റ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത്. ആർക്ക്? കൈനറ്റിക് എനർജി അറ്റ് ഹൈറ്റ്. അത് പൊട്ടൻഷ്യൽ എനർജിയിൽ എത്തിയപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജിനെ അല്ലെങ്കിൽ ടോട്ടൽ എനർജിനെ സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഹാഫ് എം യു സ്ക്വയറിനെ സൈൻ സ്ക്വയർ തീറ്റ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. A ball is projected vertically upward with a certain speed. Another ball is same mass of projected at an angle 60 degree to the vertical. അവിടെ ശ്രദ്ധിക്കണം, ആംഗിൾ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കണം. A ball is projected vertically upward. അതായത് ഒരു ബോൾ നിങ്ങൾ ഇപ്പൊ ഈ സർഫസിൽ നിന്ന് ഒരു ബോൾ എടുത്തെറിഞ്ഞത് വെർട്ടിക്കലി അപ്വേർഡ്. A ball is projected vertically upward with a certain speed. നിങ്ങൾ എത്രയോ സ്പീഡിൽ എടുത്തെറിഞ്ഞു. Another ball is same mass is projected at some angle 60 degree to the vertical with the same initial speed. അപ്പൊ നിങ്ങൾ ആദ്യം എറിഞ്ഞത് യു സ്പീഡിലാണെങ്കിൽ നിങ്ങൾ ഇൻക്ലൈൻഡ് ആയിട്ട് എറിയുന്ന ബോൾ എറിഞ്ഞ സ്പീഡ് യു സ്പീഡാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ആംഗിൾ എത്രയാ? at an angle 60 degree to the vertical എന്നാണ്. ഈ വെർട്ടിക്കലുമായിട്ട് 60. നമ്മുടെ പ്രോബ്ലത്തിലൊക്കെ വരുന്നത് ഈ ആംഗിൾ ആണ്. അപ്പൊ നമ്മുടെ തീറ്റ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണെന്ന കാര്യം മറക്കരുത്. ഓക്കെ, the ratio of the potential energies at highest point എന്നാ ചോദിച്ചത്. ratio of the potential, ഈ രണ്ട് കേസിലെയും പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമ്മളിപ്പോ എന്താ ഹയസ്റ്റ് പോയിന്റ് പഠിച്ചത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്
ടോട്ടൽ എനർജി അല്ലെങ്കിൽ അവിടുത്തെ ഇനിഷ്യൽ കൈനറ്റിക് എനർജീനെ സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്കറിയാം എന്തായാലും ഇനിഷ്യൽ കൈനറ്റിക് എനർജി രണ്ട് കേസിലും യു സെയിം ആയതുകൊണ്ട് ഡയറക്ഷനെ ഒന്നും ബാധിക്കത്തില്ല. ഇനിഷ്യൽ കൈനറ്റിക് എനർജി സെയിം ആണ്. അപ്പൊ ഒന്നാമത്തെ എനർജീനെ ഞാൻ പൊട്ടൻഷ്യൽ എനർജീനെ E1 എന്ന് വിളിക്കുന്നു, രണ്ടാമത്തെ പൊട്ടൻഷ്യൽ എനർജീനെ E2 എന്ന് വിളിക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു റേഷ്യോ എടുക്കുമ്പോൾ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി എന്തായാലും കട്ടായപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയുമായിട്ട് ബന്ധമുള്ളൂ അല്ലെ. കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പൊ ഒന്നാമത്തെ കേസിൽ സൈൻ സ്ക്വയർ തീറ്റ 1 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ കേസിൽ സൈൻ സ്ക്വയർ തീറ്റ 2. അപ്പൊ ഒന്നാമത്തെ കേസിലെ എനർജി ഇ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ബോൾ ഇസ് പ്രൊജക്ട് വെർട്ടിക്കൽ ബോൾ ഇനിഷ്യൽ സ്പീഡ് ദ റേഷ്യോ ഓഫ് ദ പൊട്ടൻഷ്യൽ അങ്ങനെ വല്ലതും തന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ചുമ്മാ എടുക്കാന്നേ. അപ്പൊ E1 ഡിവൈഡഡ് ബൈ E2 ഇൻ ടേംസ് ഓഫ് ഇല്ലല്ലോ, നമ്പേഴ്സ് അല്ലേ റേഷ്യോ. ഫസ്റ്റ് കേസ് ഇതാണെന്ന് എടുത്തു അല്ലെ, ഫസ്റ്റ് കേസ് ഇതല്ലേ. അപ്പൊ ആംഗിൾ എത്ര? 90 ഡിഗ്രി. സൈൻ 90 1, അപ്പൊ 1ന്റെ സ്ക്വയർ 1 ഡിവൈഡഡ് ബൈ അടുത്തത് എത്ര? സൈൻ 30 ആണ്. 60 ഡിഗ്രി ആണ്, പക്ഷെ ആംഗിൾ 30 ആണ്. സൈൻ 30, അപ്പൊ സൈൻ 30 1/2. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 4 എന്നാണ്. അപ്പൊ 4 മോളിൽ പോകും. 4/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4:1. 4:1 ഓപ്ഷൻ 4 എടുക്കാൻ പറ്റും. ഓപ്ഷൻ 4 എടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ലോജിക്കാണ്. ഓക്കെ അല്ലേ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ. നമ്മളിപ്പോ പഠിച്ചത് ഒബ്ലിക് പ്രൊജക്ടൈൽ ആയിരുന്നു. ഒബ്ലിക് പ്രൊജക്ടൈൽ എന്ന് പറയുമ്പോൾ ഒരു സർഫസിൽ നിന്ന് നമ്മൾ പ്രൊജക്ടൈൽ എറിയുന്നു, അതേ സർഫസിൽ തന്നെയാണ് ആ ഓബ്ജക്റ്റ് ലാൻഡ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്നുകൊണ്ട് ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്കായിരിക്കും. മറ്റേത് നമ്മൾ അറ്റ് ആൻ ആംഗിൾ തീറ്റയിലായിരുന്നു ഫ്രം ദ ഗ്രൗണ്ട് എറിയുന്നത്. ഇവിടെ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്നുകൊണ്ട് ഹൊറിസോണ്ടലി എറിയുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ സ്പെഷ്യൽ കേസസ് തീറ്റ ആംഗിൾ അപ്പും തീറ്റ ആംഗിൾ ഡൗണും ഒക്കെ നമ്മൾ എറിയാറുണ്ട്, പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പക്ഷെ പ്രോപ്പറായിട്ട് ഈ കോൺസെപ്റ്റ് മര്യാദയ്ക്ക് പഠിക്കാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതൊക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഹൊറിസോണ്ടൽ പ്രൊജക്ഷനിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ എവിടുന്നാണോ ഒബ്ജക്റ്റിന്റെ പ്രൊജക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ റൈറ്റ് നൗ ഞാൻ ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്നാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഒബ്സർവർ അല്ലെങ്കിൽ ഒരു ആ ബോൾ എറിഞ്ഞ ആൾ അവിടെ നിപ്പുണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. നേരത്തെ ഗ്രൗണ്ടിൽ നിന്ന് എറിഞ്ഞ പോലെ റൈറ്റ് നൗ ഇവിടുന്നാണ് എറിയുന്നത്. സോ ദിസ് പോയിന്റ് ഈസ് കൺസിഡേർഡ് ആസ് ഒറിജിൻ. ദിസ് പോയിന്റ് ഈസ് കൺസിഡേർഡ് ആസ് ഒറിജിൻ. നമ്മൾ ആ പോയിന്റ് ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി ഈ ഒറിജിനിൽ നിന്നും അപ്വേർഡ് ഉള്ള ക്വാണ്ടിറ്റികളെല്ലാം പോസിറ്റീവും ഈ ഒറിജിനിൽ നിന്നും ഡൗൺവേർഡ് ഉള്ളതെല്ലാം നെഗറ്റീവ്. നേരത്തെ ഗ്രൗണ്ടിൽ നിന്ന് എറിഞ്ഞപ്പോൾ ഗ്രൗണ്ട് ആയിരുന്നു ഒറിജിൻ ആയിട്ട് എടുക്കുന്നത്. നമ്മൾ 1 ഡയമെൻഷനിൽ ഇത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ റൈറ്റ് നൗ ഞാൻ ഇവിടുന്നാണ് എറിയുന്നത്. അപ്പൊ ഇവിടുന്ന് മുകളിലോട്ടുള്ള ക്വാണ്ടിറ്റീസ് എല്ലാം പോസിറ്റീവ്, ഡൗൺവേർഡ് ഉള്ള ക്വാണ്ടിറ്റീസ് എല്ലാം നെഗറ്റീവ്. പിന്നെ ജനറലി നമ്മൾ എറിയുന്ന ത്രോ എല്ലാം റൈറ്റിലോട്ടാണെന്ന് അസ്യൂം ചെയ്യുക. റൈറ്റിലോട്ടുള്ള ക്വാണ്ടിറ്റീസ് എല്ലാം പോസിറ്റീവ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്ത രണ്ടാമത്തെ കാര്യം, ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ നിങ്ങൾ ഹൊറിസോണ്ടലി എറിയുമ്പോൾ നിങ്ങൾ എറിയുന്ന ഇനിഷ്യൽ വെലോസിറ്റി UX ആണ്. അപ്പൊ ആ UX എന്ന് പറയുന്നതാണ് നിങ്ങൾ അറിയുന്ന ഇനിഷ്യൽ വെലോസിറ്റി. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു പ്രൊജക്ടൈൽ എടുത്ത് ത്രോ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടുന്ന് വെർട്ടിക്കൽ ഡയറക്ഷനിലും വെലോസിറ്റിയുടെ ഒരു കോമ്പണന്റ് വരും എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി ഓൾവേസ് 0. വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി 0. കാര്യം ഞാൻ എടുത്ത് എറിയുന്നത് ഹൊറിസോണ്ടൽ ആണ്. ഞാനൊരു ബോൾ എടുത്ത് എറിയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇനിഷ്യലി ഈ ഡയറക്ഷനിലോട്ട് മാത്രമേ എന്തുള്ളൂ? വെലോസിറ്റി ഉള്ളൂ. വെർട്ടിക്കൽ ഡയറക്ഷനിലോട്ട് വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ല. ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി 0. നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഒബ്ജക്റ്റ് താഴേക്ക് വരുന്നത്. ഇനി രണ്ടാമത്തെ, അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ്, അത് ഓർത്ത് വെക്കുക. പിന്നെ നിങ്ങൾ അറിയേണ്ട കാര്യം, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, പക്ഷേ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സലറേഷൻ ഇല്ല. ആക്സലറേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ വെലോസിറ്റി മാറുന്നില്ല, അത് കോൺസ്റ്റന്റ് ആണ്. ഏത് പോയിന്റിലും ഏതൊരു പോയിന്റ് എടുത്താലും വെലോസിറ്റി U തന്നെ ആയിരിക്കും. ക്ലിയർ? ഇനി വെർട്ടിക്കൽ ഡയറക്ഷനിലേക്കാണ് നോക്കുന്നതെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. വെർട്ടിക്കൽ ഡയറക്ഷനിലോട്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് -G ആണ്, വിച്ച് മീൻസ് ദാറ്റ് വെർട്ടിക്കൽ മോഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ ഫ്രീ ഫോൾ മോഷൻ. നമ്മുടെ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നിങ്ങൾ എന്തൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ അതെല്ലാം വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് യൂണിഫോം മോഷനിൽ എന്തൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമോ അതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. വെലോസിറ്റി കോൺസ്റ്റന്റ്, ആക്സലറേഷൻ 0. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, വെർട്ടിക്കൽ ഡയറക്ഷനിൽ ക്വാണ്ടിറ്റീസ് മാറും. ഓക്കെ, ക്ലിയർ?
ക്ലിയർ? ഇത് വളരെ ഈസി ആയിട്ട് ഈ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ നമുക്ക് ഇവിടെ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ട്രാജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ മോഷൻ. ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറി ഒരു പൊസിഷൻ എടുക്കുന്നു. ഈ കാണുന്ന ഡിസ്റ്റൻസ് എക്സ് എന്ന് എടുക്കും, ഈ കാണുന്ന ഡിസ്റ്റൻസ് വൈ എന്ന് എടുക്കും. എക്സിൽ നിന്ന് ടൈം കണ്ടുപിടിക്കും, എന്നിട്ട് വൈയിലേക്ക് അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സിൽ നിന്ന് ടൈം കണ്ടുപിടിച്ച് വൈയിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ് ഈ കിട്ടുന്ന ഇക്വേഷൻ, y is equal to half g x by u the whole square. ജസ്റ്റ് ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. പാരാബോളിക് പാത്ത് ആണ്, കാരണം y പ്രപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾ ഇത്ര മാത്രം ഓർക്കുക. അതായത് ഒന്നുകൂടെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. അതായത് നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് ഒരു സർഫസിൽ ഇരിക്കുന്നു. അതിന്റെ ടോപ്പിൽ നിന്നും, ബിൽഡിങ്ങിന്റെ സർഫസിൽ അല്ലാതെ വേറെ എവിടെ ഇരിക്കുമോ മനുഷ്യ? യെസ്, അതിന്റെ ടോപ്പിൽ നിന്നും നിങ്ങളൊരു യു വെലോസിറ്റിയിൽ, ഒരു യു ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഒരു ബോൾ എടുത്തെറിയുന്നു. ഇത് പ്രൊജക്ടൈൽ പാത്തിൽ കൂടി ഇവിടെ വന്ന് വീണു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇവന്റെ ട്രജക്ടറി കാണാൻ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മൾ ഇവിടെ ഒരു ജനറൽ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എത്തി, നിങ്ങൾ എയിൽ നിന്ന് ത്രോ ചെയ്ത ബോൾ ബിയിൽ എത്തി എന്ന് അസ്യൂം ചെയ്താൽ ഇപ്പം ഇതിന്റെ കോർഡിനേറ്റുകൾ ഇതാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ കാണുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ y എന്നും ഈ കാണുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് x എന്നും എടുത്താൽ ഇതിന്റെ കോർഡിനേറ്റുകൾ x, y ആണ്. അപ്പൊ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഡിസ്റ്റൻസ് x ആണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഡിസ്റ്റൻസ് x ആണ്. അപ്പൊ s is equal to ut, u അടുത്ത ടൈം t, ut, s is equal to ut പ്ലസ് ഹാഫ് at സ്ക്വയർ. a ഇല്ല, ആക്സലറേഷൻ along the x ഡയറക്ഷനിൽ a ഇല്ല, 0 ആണ്. അപ്പൊ നമുക്ക് അവിടുന്ന് ടൈം കിട്ടി x by u, ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തെ കേസിൽ ഡൗൺവേർഡ് ഉള്ള ഡയറക്ഷൻ y ആണ്. s is equal to ut പ്ലസ് ഹാഫ് at സ്ക്വയർ താഴോട്ട് അപ്ലൈ ചെയ്യുക. അപ്പൊ ഡൗൺവേർഡ് ഉള്ള ഡയറക്ഷൻ നെഗറ്റീവ് ആണ്, മൈനസ് y. s is equal to ut 0. കാര്യം എന്താ, ആ വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ 0 ആണെന്ന് പഠിച്ചു. ഇത് ഇനീഷ്യൽ വെലോസിറ്റി അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ്. അപ്പൊ വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. s is equal to ut മൈനസ് ഹാഫ് g t സ്ക്വയർ. ഇവിടുന്ന് രണ്ട് നെഗറ്റീവ് പോയി. അപ്പൊ നമുക്ക് ഇവിടുന്ന് എഴുതാം y is equal to 1/2 g into കണ്ടോ t സ്ക്വയർ. അപ്പം x ഡിവൈഡഡ് ബൈ u ദി ഹോൾ സ്ക്വയർ. ഇവിടുന്നാണ് y പ്രപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടുന്നത്. ഇത് ഡെറിവേഷൻ ഒന്നും കാണാൻ പഠിക്കേണ്ട കാര്യമില്ല, അങ്ങനെയാണ് ഇത് എഴുതുന്നത്. y പ്രപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ, y is equal to half g t സ്ക്വയർ എന്നാണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഡെറിവേഷൻ പഠിക്കണം, ബട്ട് സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കുക, y പ്രപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇറ്റ്സ് ഒബേ പാരാബോളിക് പാത്ത് അല്ലെങ്കിൽ പാരാബോളിക് ഇക്വേഷന്റെ കോൺസെപ്റ്റ് ആണെന്ന് നമുക്ക് ഇവിടുന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ടൈം ഓഫ് ഫ്ലൈറ്റ്, ആക്ച്വലി ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ വേറെ ഒന്നും കണ്ണും കൂട്ടി ആലോചിക്കേണ്ട, വളരെ ഈസി ആയിട്ട് ലോജിക്കലി പറയാൻ പറ്റും. ഹൊറിസോണ്ടൽ വെലോസിറ്റി u ആണ്. നമുക്കറിയാം വെർട്ടിക്കൽ ഇനീഷ്യൽ വെലോസിറ്റി uy, വെർട്ടിക്കൽ ഇനീഷ്യൽ വെലോസിറ്റി, ഇതിന്റെ വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. വിച്ച് മീൻസ് ദാറ്റ് y ഡയറക്ഷനിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, y ഡയറക്ഷനിൽ ഇത് ആരാ? y ഡയറക്ഷനിൽ അത് ഫ്രീ ഫോൾ ആണ്. y ഡയറക്ഷനിൽ ഫ്രീ ഫോൾ ആണ്. ഫ്രീ ഫോളിൽ ടൈം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, √2h/g ആണ്. ഫ്രീ ഫോളിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുള്ള √2h/g ആണ്. അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. y ഡയറക്ഷനിൽ കണ്ടോ uy 0 ആയിപ്പോയി. താഴോട്ടുള്ള ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണ്, g നെഗറ്റീവ് ആണ്. അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ഓൾറെഡി പലർക്കും ഇതൊക്കെ അറിയാവുന്നതാണ്. നമുക്ക് നോക്കാം. എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് അപ്വേർഡ് ഫ്രം ദി ടോപ്പ് ഓഫ് എ ടവർ വിത്ത് എ വെലോസിറ്റി 50 m/s മേക്കിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. ഇവിടെ നിങ്ങൾ നോക്കിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലത്തെ ഡയറക്റ്റ് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ അല്ല. നമ്മൾ പറഞ്ഞില്ലേ, പല കേസിൽ അവർക്ക് ചോദിക്കാം മുകളിലോട്ടും താഴോട്ടും ഒക്കെ വരും. ഇത് അങ്ങനെ ഒരു ക്വസ്റ്റൻ ആണ്. എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് അപ്വേർഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. ഇതാണ് നമ്മുടെ ടവർ. ഫ്രം ദി ടോപ്പ് ഓഫ് എ ടവർ. അപ്പൊ ഈ ടവറിന്റെ ടോപ്പിൽ നിന്ന് ഞാൻ ഒരു ഒബ്ജക്റ്റ് എടുത്ത് എറിയുവാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട് എങ്ങനെ എറിയുന്നത്, മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. യെസ്, എത്രയാ? 50 m/s മേക്കിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അത് ഈ കാണുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്. ഇവിടെ നിറഞ്ഞ ഇനിഷ്യൽ വെലോസിറ്റി u നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 50 m/s ആണ്. 50 m/s ആണ്. അപ്പൊ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? ഈ ബോള് ഇങ്ങനെ ഒരു പാത്തിൽ കൂടെ പോയി ഗ്രൗണ്ടിൽ പോയി വീണോട്ടെ. ഇനി എന്താ തന്നിരിക്കുന്നത്? ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 70 മീറ്റർ ആണ്. ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് 70 meters.
70 meters. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. After how much time from the instant of throwing will ball reach the ground? എത്ര സമയം കൊണ്ട് ഇത് ഗ്രൗണ്ടിൽ എത്തും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഡയറക്റ്റ് നേരത്തെ ക്വസ്റ്റ്യൻ T is equal to root 2h/g അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ചിലർ അങ്ങനെ ചിന്തിക്കും, നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, ടൈം ഓഫ് ഫ്ലൈറ്റ് root 2h/g ആണല്ലോ, അങ്ങനെ അപ്ലൈ ചെയ്യാമല്ലോ. പറ്റത്തില്ല. എന്താ കാര്യം? ഇവിടെ ഈ ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആയിരുന്നു. അതുകൊണ്ടാണ് ഫ്രീ ഫോളിന്റെ ഡയറക്റ്റ്, കാര്യം ഫ്രീ ഫോൾ എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആയ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡയറക്റ്റ് ഇക്വേഷൻ കിട്ടിയത്. അപ്പം നമ്മൾ ഈ ഇക്വേഷൻ മാത്രം കാണാൻ പഠിച്ചാൽ അത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇക്വേഷൻ വന്നതിന്റെ കോൺസെപ്റ്റ് ഇതാണെന്നും ഈ ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം വെർട്ടിക്കൽ ഡയറക്ഷൻ മോഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യം നമ്മൾ അറിയണം. അപ്പൊ നിങ്ങൾ ഇവിടെ ഇങ്ങനെ അറിയുമ്പോൾ നോക്കിക്കോ, ഇവിടെ യു ആണ്, ഇത് 30 ആണെങ്കിൽ ഇങ്ങോട്ടൊരു യു എക്സും അതേപോലെ വെർട്ടിക്കലി അപ്പ് ഒരു യു വൈയും ഒക്കെ ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ ജനറൽ ഇക്വേഷൻ തന്നെ എഴുതണം. അപ്പൊ നമുക്ക് നമുക്കറിയാം, ഇവിടുന്ന് ഒരു ഒബ്ജക്ട് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുന്നു. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ്. അപ്പൊ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഇക്വേഷൻ എഴുതിയാൽ മതി. S is equal to ut plus half at square. S ആരാ? H ആണ്. S ആരാ? H ആണ്. ഇനി എച്ച് എങ്ങോട്ടാണ് എടുക്കുന്നത്? ഡൗൺവേർഡ് ആണ് എടുക്കുന്നത്. നെഗറ്റീവ് ആണ്, കാര്യം ബോൾ എറിഞ്ഞത് ഇവിടുന്ന്. അപ്പൊ ഈ പോയിന്റ് ആണ് ഒറിജിൻ. അപ്പൊ നമ്മൾ ഡൗൺവേർഡ് ആണ് എടുക്കുന്നത്. S is equal to ut. ഇവിടെ നിങ്ങൾക്ക് വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കണം. അപ്പൊ യു എന്ന് പറഞ്ഞാൽ UT ആണ്. UT മൈനസ് ഹാഫ് GT². ക്യാപിറ്റൽ T എടുത്തത് താഴെ എത്താൻ എടുക്കുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. H എത്രയാ? -70 വിച്ച് ഈസ് ഈക്വൽ ടു UT. അത് കണ്ടുപിടിക്കാം. ഇത് U50 ആ. അപ്പൊ ഇത് 50 cos 30 ആ. അപ്പൊ അല്ലെ, ഇത് 30 അല്ലേ, ഇത് 30 അല്ലേ. അപ്പൊ ഇത് U ആണ്, ഇത് U cos 30. അപ്പൊ ഇത് U sin 30. അപ്പൊ U എന്ന് പറഞ്ഞാൽ എത്രയാ? 50 ആണ്. sin 30 എത്രയാ? 1/2 ആണ്. അപ്പൊ നമുക്ക് ഇത് എത്ര കിട്ടും? 25 എന്ന് കിട്ടും. ആര്? UY 25 എന്ന് കിട്ടും. അപ്പൊ സോ 25T. ഇനി UY എങ്ങോട്ടാ? ഇനിഷ്യലി ഇൻക്ലൈൻഡ് ആയിട്ട് മുകളിലോട്ട് എറിഞ്ഞുകൊണ്ട് UY മുകളിലോട്ടാ. അതും ഓർത്ത് വെക്കുക, വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ജസ്റ്റ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അല്ല, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. അപ്പൊ അതെല്ലാം ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു വിടുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. അതായത് നമുക്ക് എങ്ങനെയൊക്കെ ചോദിക്കാം, ഒന്നെങ്കിൽ ഇൻക്ലൈൻഡ് അപ്പ് ബോൾ എറിഞ്ഞു എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ഡൗൺ ബോൾ എറിഞ്ഞു എന്ന് ചോദിക്കാം, അല്ലെ? അങ്ങനെയൊക്കെ ചോദിക്കാം. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെ ഇങ്ങനെ തന്നെ ചോദിക്കാനുള്ളതൊന്നും ഇല്ലല്ലോ. അപ്പൊ ബോൾ ഇങ്ങനെ വന്ന് വീണു, ഇതാണ് ഒരു കേസ്. ഇത് ഇങ്ങോട്ടാ വന്ന് വീഴുന്നത്. അപ്പൊ നമ്മളിവിടെ വെലോസിറ്റിയെ റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ വെലോസിറ്റി UX ഹൊറിസോണ്ടലാ, ഇവിടെ വെലോസിറ്റി UX ഹൊറിസോണ്ടലാ. ഈ ആംഗിൾ ആയിരിക്കും തീറ്റ എന്ന് വിചാരിക്കാം. ഈ ആംഗിൾ ആണ് തീറ്റ. അപ്പൊ ഇത് UY വെർട്ടിക്കലി അപ്പ, ഇവിടെ UY വെർട്ടിക്കലി അപ്പ. ഇത് പോസിറ്റീവ് എടുക്കണം. ഇത് ഹൊറിസോണ്ടലി റൈറ്റ് ആണ്, ഇത് പോസിറ്റീവ് എടുക്കും. ഇത് ഹൊറിസോണ്ടലി റൈറ്റ് ആണ്, പോസിറ്റീവ് എടുക്കും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ UY ഡൗൺ ആണ്, അപ്പൊ നെഗറ്റീവ് എടുക്കും. അപ്പൊ ഇക്വേഷൻ എടുക്കുമ്പോൾ താഴോട്ടാണ് എറിയുന്നതെങ്കിൽ UY നെഗറ്റീവ് എടുക്കണം. മനസ്സിലായോ? ഇവിടെ എറിഞ്ഞിരിക്കുന്നത് എങ്ങോട്ടാ? മുകളിലോട്ടാ. അപ്പൊ UY പോസിറ്റീവ് എടുക്കണം എന്ന കാര്യം കൂടി ആ സൈൻ ഒക്കെ ഒന്ന് തെറ്റാതെ എഴുതിക്കോണം. അപ്പം S is equal to UT മൈനസ് ഹാഫ് ഇൻറ്റു G10 ഇൻറ്റു T². ഇവനെ കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 5 കിട്ടും. അപ്പൊ ഇതെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ എന്നാ ഒരു ഇക്വേഷൻ? 5T². അല്ലെ, ഇത് മൈനസ് ആയിരുന്നു, ഇപ്പുറത്ത് വന്നപ്പോൾ 5T² മൈനസ് 25T. ഇത് ഇപ്പുറത്ത് വരും, ഇത് മൈനസ് ഇപ്പുറത്ത് വന്നപ്പോൾ പ്ലസ് ആയി, ഇത് പ്ലസ് ഇപ്പുറത്ത് വന്നപ്പോൾ മൈനസ് ആയി. ഇത് ഓൾറെഡി ലെഫ്റ്റ് സൈഡിലാണ്. -7D = 0. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു 5 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ T² മൈനസ് 5T മൈനസ് 12 5 60, 13 5 65, 14 5 70. അപ്പൊ -14 = 0. ഞങ്ങളൊക്കെ പഴയ മലയാളം മീഡിയം ആണ്, അതുകൊണ്ടാണ് ഈ 14 5 എന്നൊക്കെ എണ്ണുന്നത് കേട്ടോ. യെസ്. അപ്പൊ ഇനി നമുക്ക് എന്താ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതും ആഡ് ചെയ്യുമ്പോൾ ഇതും അങ്ങനെ ഉണ്ടോ? ഉണ്ടല്ലോ. 2ഉം 7ഉം രണ്ടും ഓപ്ഷനകത്തുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ച് നോക്കണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടണം? -14 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -14 കിട്ടണം. അപ്പൊ എത്രക്ക് വരും? 7, -2 അല്ല, -7, 2. അപ്പൊ ഇവനെ എനിക്ക് അങ്ങനെ എഴുതാം, ഫാക്ടറൈസ് T - 7 ഇൻറ്റു
ടി പ്ലസ് 2 ഈക്വൽ ടു 0 അല്ലേ? ടി മൈനസ് 7. കാര്യം നിങ്ങൾ നോക്കിക്കേ, ഈ 7 × 2 14, -7ന്റെ കൂടെ +2 ആഡ് ചെയ്താൽ -5. അപ്പൊ ഇവിടെ നമുക്ക് എത്രയൊക്കെ കിട്ടും? ടി ഈക്വൽ ടു 7 എന്നും കിട്ടും, -2 എന്നും കിട്ടും. എന്തായാലും ടൈം നെഗറ്റീവ് ആവില്ല. സോ ആൻസർ ഈസ് പോസിറ്റീവ് ആയിരിക്കണം. 7 സെക്കൻഡ് എന്ന് കിട്ടും. 7 സെക്കൻഡ് എന്ന് കിട്ടും. ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. ഹൊറിസോണ്ടൽ റേഞ്ച് കാണാനുള്ള കോൺസെപ്റ്റ്. അതായത് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ റേഞ്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒന്നുമില്ല, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി ഉള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ? റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ് റേഞ്ചിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി ഉള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പം ഹൊറിസോണ്ടലി ഉള്ള ഡിസ്പ്ലേസ്മെന്റ് കാണാൻ നമ്മൾ ഇപ്പൊ പറഞ്ഞ കോൺസെപ്റ്റ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി ഉള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓ ആയിക്കോട്ടെ. ഇപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി ഉള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഡിസ്പ്ലേസ്മെന്റിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വെലോസിറ്റി കിട്ടും. സോറി, എന്നോട് ക്ഷമിക്കണം. ഡിസ്പ്ലേസ്മെന്റ് കിട്ടാൻ വെലോസിറ്റിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം എടുത്താൽ മതി. ഹൊറിസോണ്ടൽ വെലോസിറ്റി u ആണ്. ടൈം എന്ന് പറഞ്ഞാൽ ഇത് താഴെ എത്താൻ എടുക്കുന്ന ടൈം ഓഫ് ലൈറ്റ് ആണ്. ഇത് ഹൊറിസോണ്ടലി എറിയുന്നത് കൊണ്ട് ഫ്രീ ഫോളിന്റെ കോൺസെപ്റ്റ് തന്നെയാണ്, ടൈം ഓഫ് ലൈറ്റ് ആണ്. ടൈം ഓഫ് ലൈറ്റ് √2h/g ആണ്. അപ്പൊ ഹൊറിസോണ്ടൽ റേഞ്ച് കാണാൻ ഇനിഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റിനെ ടൈം ഓഫ് ലൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. √2h/g ബൈ ഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കാം, അല്ലെങ്കിൽ അത് ചെയ്തെടുക്കേണ്ടി വരും. An aeroplane moving horizontally with a speed 180 km/h. ഇതൊക്കെ മീറ്ററിലൊക്കെയാണ്. അപ്പൊ ഇതിനെ km/h മീറ്ററിലോട്ട് മാറ്റണം. ഇതൊരു എയറോപ്ലെയിൻ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യും. മാരക എയറോപ്ലെയിൻ ഇത് എയറോപ്ലെയിൻ ആണ്. എൻ്റെ അമ്മച്ചിയാണ് എയറോപ്ലെയിൻ ആണ്. എയറോപ്ലെയിന്റെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ മക്കളെ? 180 km/h. അപ്പൊ km/h മീറ്റർ/സെക്കൻഡ് ആക്കണം. അപ്പൊ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടുന്ന് ഒരു 18ഉം 180 കൂടെ വെട്ടിയാൽ ഇവിടെ 10 എന്ന് കിട്ടും. അപ്പൊ നമുക്കത് കിട്ടി. സ്പീഡ് 50 m/s എന്ന് കിട്ടി. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി 50 m/s എന്ന് കിട്ടി. ഈ പോകുന്ന പ്ലെയിൻ എന്താ പറയുന്നത്? അതിൽ നിന്നൊരു ഫുഡ് പാക്കറ്റ് ഡ്രോപ്പ് ചെയ്യുവാണ് അറ്റ് എ ഹൈറ്റ് 490 മീറ്റർ. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ അത് അവർ പറയുന്നുണ്ട്, ഇതിൽ നിന്നും ഒരു ഫുഡ് പാക്കറ്റ്, ഇതിനകത്ത് ഒരു ഫുഡ് പാക്കറ്റ് ട്രിപ്പ് ഉണ്ട്, താഴെ ഇരിക്കുന്ന ഭാഗത്തങ്ങ് കൊടുക്കാനായിരിക്കും. അപ്പൊ ഇവിടെ ഈ ഫുഡ് പാക്കറ്റ് ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും ഇവിടെ ഈ സർഫസിലോട്ട് ഈ ഫുഡ് പാക്കറ്റ് ഡ്രോപ്പ് ചെയ്യുവാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നേരെ താഴോട്ട് വീഴുവോ? ഇല്ല, നേരെ താഴോട്ട് വീഴത്തില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് ഒരാൾ നിൽക്കുന്നത്, ഇയാളുടെ കൈ വേണം എത്താൻ. അവിടെ ഒരു പാവം നിർത്താൻ നിൽപ്പുണ്ട്, അയാൾക്ക് ഫുഡ് പാക്കറ്റ് കൊടുക്കുവാണ്. അപ്പം ഇത് നേരെ ഡ്രോപ്പ് ചെയ്ത താഴോട്ട് വീഴുമോ? ഇല്ല. എന്താ കാര്യം? നേരെ ഡ്രോപ്പ് ചെയ്ത് താഴോട്ട് വീഴണമെങ്കിൽ ഫ്ലൈറ്റ് അനങ്ങാതെ അവിടെ നിൽക്കണമായിരുന്നു. അല്ല, ഇത് ഫ്ലൈറ്റ് u സ്പീഡിൽ പോകുന്നുണ്ട്, 50 m/s പോകുന്നുണ്ട്. അപ്പൊ അതേ u സ്പീഡ് ഈ ഫുഡ് പാക്കറ്റിനും ഇങ്ങോട്ടുണ്ട്, 50 m/s ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ആ ഇനർഷ്യ കാരണം ഇവൻ ഇങ്ങനെ പോയി അദ്ദേഹത്തിന്റെ അടുത്ത് പോയി വീഴും. അപ്പൊ ഈ ഫുഡ് പാക്കറ്റ് എത്ര ഹൈറ്റിലാണ്? h ഹൈറ്റിലാണ് നിൽക്കുന്നത്. ആ h ഹൈറ്റ് എന്ന് പറയുന്നത് 490 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുമുണ്ട്. ക്ലിയർ? അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ? ദ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദ പാക്കറ്റ്. അതായത് ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദ പാക്കറ്റ് എന്ന് ഡയറക്റ്റ് ചോദിച്ചു. വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാം, ഇതിന്റെ നേരെ താഴെയുള്ള ഈ പോയിന്റിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഈ ബോയ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ബോയ്ക്ക് അത് കിട്ടണമെങ്കിൽ അത് എത്ര ഡിസ്റ്റൻസ് മാറി ആ ബോയ് നിൽക്കണം എന്നൊക്കെ അങ്ങനെ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ റേഞ്ച് കാണാനാണ്. അപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിനെ ഹൊറിസോണ്ടൽ ഇനിഷ്യൽ വെലോസിറ്റിയെ ടൈം ഓഫ് ഫ്ലൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. അത് √2h/g ആണ് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ എന്ന് നമുക്കറിയാം. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. √2 × h എത്രയാണ്? 490 അല്ലേ, ഡിവൈഡഡ് ബൈ g എത്രയാ? 9.8 കൊണ്ട് മൾട്ടിപ്ലൈ. നിങ്ങൾ 10 കൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഒരു 0 ഈ ഒരു 0 പോയി ഇവിടെ 49 കിട്ടും. 49 × 2 എന്ന് വരും. 49 × 2 എന്ന് വരും.
അപ്പൊ 49 എന്ന് പറഞ്ഞാൽ 98 പെർഫെക്റ്റ് റൂട്ട് ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഇത് 9.8 തന്നെ എടുക്കണം എന്നുള്ളത്. അവരങ്ങനെ തന്നിട്ടില്ലെങ്കിൽ പോലും നമുക്കത് 9.8 കൊണ്ട് എടുക്കാം. അപ്പൊ 9.8 കൊണ്ട് എടുത്താൽ എന്താ സംഭവിക്കുന്നത്? ഇവനൂടെ കട്ട് ചെയ്താൽ ഇത് 5 കിട്ടും. അപ്പൊ ഇത് 50 കിട്ടും. അപ്പൊ 50 × 2 100 100ന്റെ റൂട്ട് 10 അപ്പൊ 10 സെക്കൻഡ് എന്ന് കിട്ടി. ടൈം ഓഫ് ഫ്ലൈറ്റ് ചോദിച്ച ടൈം ഓഫ് ഫ്ലൈറ്റ് ആണോ? അല്ല, ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ വെലോസിറ്റിനെ ടൈം ഓഫ് ഫ്ലൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഹൊറിസോണ്ടൽ വെലോസിറ്റി 50 m/s എന്ന് ഓൾറെഡി കിട്ടി. ടൈം ഓഫ് ഫ്ലൈറ്റ് 10 ആണ്. അപ്പൊ 500 മീറ്റർ ഡിസ്റ്റൻസിലാണ് അദ്ദേഹം നിൽക്കുന്നത്. 500 മീറ്ററിലാണ് നിൽക്കുന്നത്. ഓപ്ഷൻ 3 എടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നേരത്തെ പഠിച്ച അതേ കോൺസെപ്റ്റ് തന്നെ. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ ഇവിടത്തെ വെർട്ടിക്കൽ വെലോസിറ്റി കാണാമല്ലോ. v = u, അത് 0 ആയി പോയി. -gt എന്ന് കിട്ടും. അതുപോലെ ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റും ആണ്. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി എന്ത് കിട്ടും? v = uy, 0 ആണ്. uy 0 -gt എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടുന്ന് vy കിട്ടി. എത്രയാ? -gt എന്ന് കിട്ടി. vy കിട്ടി -gt. ഹൊറിസോണ്ടൽ വെലോസിറ്റി u എന്ന് കിട്ടി. ഇതപ്പോ u i ക്യാപ്പ് ആണ്. ഇത് -gt j ക്യാപ്പ് ആണ്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഈ എടുക്കുന്നത്. കണ്ടോ? √(vx²+ vy²). u i ക്യാപ്പിന്റെ സ്ക്വയർ u². ഇവിടെ gt യുടെ സ്ക്വയർ എടുക്കുമ്പോൾ g² d² എന്ന് കിട്ടും. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. A car starts from rest and accelerate 5 m/s². ഒരു കാർ റെസ്റ്റിലാണ്. ഇവിടെ ഒരു കാർ ഉണ്ട്. ഇതൊരു കാറാണെന്ന് വിചാരിക്കുക. ഒരു BMW കാറാണെന്ന് അസ്യൂം ചെയ്യാം. എ കാർ സ്റ്റാർട്ട് ആക്സിലറേറ്റിംഗ്. ഈ കാർ ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യുകയാണ്. എത്രയാ സ്പീഡ്? 5 m/s². 5 m/s². അറ്റ് t = 4 സെക്കൻഡ്. കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണ്. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി 0. ആക്സിലറേറ്റ് 5 m/s അറ്റ് t = 4 സെക്കൻഡ്. അപ്പൊ 4 സെക്കൻഡ് കൊണ്ട് ഇതിന് എത്രയോ സ്പീഡ് കിട്ടും. കാര്യം ഇനിഷ്യലി ഇവന്റെ സ്പീഡ് 0 ആണ്. കാര്യം സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണ്. അപ്പൊ എന്താ? അറ്റ് t = 4. ശ്രദ്ധിച്ചിരിക്കണം. അറ്റ് t = 4. 4ാമത്തെ സെക്കൻഡിൽ ഇവന്റെ വെലോസിറ്റി കാണാൻ v = u + at എടുത്താൽ മതി. v = u + at which is equal to u0 ആണ് അല്ലെ? u0 ആണ്. ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 5. ആക്സിലറേഷൻ 5 ആണ്. ടൈം 4 സെക്കൻഡ് ആണ്. അപ്പോഴത്തെ വെലോസിറ്റി എനിക്ക് കിട്ടി 20 m/s എന്ന് കിട്ടി. അപ്പൊ 4 സെക്കൻഡ് കഴിയുമ്പോൾ ഈ കാറിന്റെ സ്പീഡ് 0-ൽ നിന്ന് 20-ലെത്തും. 4 സെക്കൻഡ് കഴിയുമ്പോൾ ഈ കാറിന്റെ സ്പീഡ് 20-ലെത്തും. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്തു? എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ ബൈ എ പേഴ്സൺ സിറ്റിംഗ് ഇൻസൈഡ് എ കാർ. അപ്പം 20 m/s സ്പീഡിൽ എത്തുമ്പോൾ ആ കാറിലിരിക്കുന്ന ആൾ ഒരു ബോൾ അങ്ങോട്ട് വിൻഡോ വഴി ഡ്രോപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ സിറ്റുവേഷൻ ഞാൻ ഇങ്ങോട്ട് അടുത്ത പേജിലോട്ടൊന്ന് വരയ്ക്കാം. അതായത് ഇപ്പൊ ഇവിടെ കാറാണ്, നമ്മുടെ BMW ആണ്. ഇനിഷ്യൽ സ്പീഡ് 0 ആയിരുന്നു. എപ്പോഴാ? അറ്റ് t = 0 സെക്കൻഡ്. അറ്റ് t = 4 സെക്കൻഡ് ആയപ്പോൾ കാറിന്റെ സ്പീഡ് u അല്ലല്ലോ, കാറിന്റെ വെലോസിറ്റി v എത്രയായിട്ട് മാറി? 20 m/s ആയി എന്നാണ് ഞാൻ പറഞ്ഞത്. 20 m/s. അപ്പൊ ഈ കാറിനകത്ത് അയാൾ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു ബോൾ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ കാറിനുള്ള സ്പീഡ് മുമ്പേ ഫ്ലൈറ്റിൽ പഠിച്ച പോലെ തന്നെ ഈ കാറിനുള്ള 20 m/s സ്പീഡ് ഇവന് ഇങ്ങോട്ടുണ്ട്. 20 m/s ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് ഇങ്ങനെ പ്രൊജക്ടൈലായിട്ട് വന്ന് വീഴാൻ തുടങ്ങും. ഇങ്ങനെ മുമ്പോട്ട് വീഴും. ഇങ്ങനെ ഇടുമ്പോൾ മുമ്പോട്ട് പോകും. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്ടൈൽ പാത്തിൽ കൂടെ പോകും. ഓക്കെ, നമ്മളോട് ചോദിച്ചാൽ എന്ത് കാണാനാണ്? ഓക്കെ, വാട്ട് ഈസ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ? വാട്ട് ഈസ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ ബോൾ അറ്റ് t = 6 സെക്കൻഡ്. അതായത് ഇത് 4ാമത്തെ സെക്കൻഡിലാണ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്നത്. പക്ഷെ t = 6 സെക്കൻഡ് ആകുമ്പോൾ എന്ന് വെച്ചാൽ 4ാമത്തെ സെക്കൻഡിൽ നിന്ന് 6ാമത്തെ സെക്കൻഡ് എന്ന് വെച്ചാൽ 2 സെക്കൻഡ് കൊണ്ട്, ഇത് 4ാമത്തെ സെക്കൻഡിലാണ് വിടുന്നത്. 2 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തിയെന്ന് വിചാരിച്ചു. അപ്പൊ 2 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തുമ്പോൾ ഉറപ്പായിട്ട് ഇവനൊരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടാവും. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇവിടെ 20 ആണ്. അപ്പൊ ഇവിടെയും ഇവിടുത്തെ ഹൊറിസോണ്ടൽ വെലോസിറ്റി v'(x) 20 ആണ്. ഇനി എന്തുകൂടെ കണ്ടാൽ മതി? v'(y) കൂടി കണ്ടാൽ മതി. ഈ വെലോസിറ്റി ആണ്, ഇവിടുത്തെ വെലോസിറ്റി ആണ് v' എന്ന് വിളിക്കാം. കാര്യം ഇവിടെ ഓൾറെഡി v എന്ന് എടുത്തിട്ടുണ്ട്. ഫൈനൽ വെലോസിറ്റി v എന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ v' എന്ന് വിളിച്ചത്. അപ്പം അടുത്ത 20 സെക്കൻഡ് കൊണ്ട് ഈ v'(x) 20 ആണ്. കാര്യം ഹൊറിസോണ്ടൽ വെലോസിറ്റിക്ക് മാറ്റമില്ല. വെർട്ടിക്കൽ വെലോസിറ്റിയോടെ കണ്ടാൽ ഈ v' കിട്ടും. അതേപോലെ എന്തുകൂടെ ചോദിച്ചിട്ടുണ്ട്?
അതേപോലെ എന്തോടെ ചോദിച്ചിട്ടുണ്ട്, ആൻഡ് ആക്സിലറേഷൻ ഓൾസോ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇത് ഫ്രീ ഫോൾ ആണ്. അപ്പൊ ഫ്രീ ഫോൾ ആകുമ്പോൾ ഉറപ്പായിട്ടും ഇതിന്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് എത്രയായിരിക്കും, അത് ജി ആയിരിക്കും, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. അങ്ങനെ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. സോ അപ്പൊ തന്നെ ആൻസർ എടുക്കാം. കാര്യം ഇവിടെ ആക്സലേഷൻ 5 ആണ്, വരത്തില്ല. ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 10 ആണ്. ആൻസർ ആയി. കണ്ടോ, ക്വസ്റ്റ്യൻ പോലും ചെയ്യാതെ തന്നെ ആൻസർ ഒക്കെ കിട്ടുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ട്രിക്കി ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അതാ ഞാൻ നിങ്ങളോട് പറയാറുള്ളത്. അതായത് ഫിസിക്സ് നമുക്ക് 45 ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഒരു 10-12 ക്വസ്റ്റ്യനോളം ഈസി തിയറിയും അല്ലെങ്കിൽ ഇതേപോലെ ട്രിക്കി ആയിട്ട് ആലോചിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാതെ തന്നെ ആൻസർ ഒക്കെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ നമുക്ക് പലതും അങ്ങനെ എടുക്കാൻ പറ്റാറുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് നോക്കി ചെയ്യുക. ആൻസർ ഇതാണ്. ഇപ്പൊ 20 എങ്ങനെ വരുന്നതും കൂടെ നമുക്ക് നോക്കാം. സോറി, 20 അല്ലല്ലോ, 20√2. 20√2 പറഞ്ഞെങ്കിൽ ഇത് 20 ആവണം. നമുക്ക് നോക്കാം. vy കാണണം. അപ്പൊ vy കാണാൻ എന്താ, v ഇവിടുത്തെ uy എത്ര, ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുക. ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ v', ഇവിടുത്തെ vy എത്രയാ, ഇവിടുത്തെ vy 0 കാര്യം ഇവിടെ ചായ ഡ്രോപ്പ് ചെയ്യും. അപ്പൊ v' കാണാമല്ലോ, v ഈക്വൽ ടു u പ്ലസ് 80, v ഈക്വൽ ടു v', v ഈക്വൽ ടു ഇവിടെ u എന്ന് പറഞ്ഞാൽ vy ആ, u പ്ലസ് 80 ayt അല്ലേ. vy താഴോട്ടാണേ, നെഗറ്റീവ് ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഈ uy ഇത് 0 ആണ്, പക്ഷെ ഇവിടെ ഇത് 0 ആയി പോകും. ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട് ജിക്ക്. അപ്പൊ ഈ -2 അങ്ങ് പൊക്കോളും, മൈൻഡ് ചെയ്യണ്ട. അപ്പൊ v', വിച്ച് ഈസ് ഈക്വൽ ടു gt. ജി എത്ര, 10 ആണ്. ടി എത്ര, 4 സെക്കൻഡ് തൊട്ട് 6 സെക്കൻഡ് വരെ, അതായത് 2 സെക്കൻഡ്. അപ്പൊ അത് എത്ര കിട്ടി, 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും, 20 എന്ന് കിട്ടും. അപ്പൊ ഇതും എത്രയാ, 20 ആ. ഇതും എത്രയാ, 20 ആ. അങ്ങനെയാണ് അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഇവരുടെ √20² + 20² എന്ന് പറഞ്ഞാൽ 20√2 ആണ്. അപ്പൊ 20√2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും, 20√2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. സോ ആൻസർ നമുക്ക് 1 എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിലെ ഫൈനൽ ടോപ്പിക്കാണ് സർക്കുലർ മോഷൻ. സർക്കുലർ മോഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നാണ് അധികം കാണാത്തത്. പക്ഷെ സർക്കുലർ മോഷന്റെ ബേസിക്സ് അറിയാതെ നിങ്ങൾക്ക് ലോസ് ഓഫ് മോഷൻ വരുമ്പോൾ അവിടുത്തെ സർക്കുലർ മോഷനും, അതേപോലെ വർക്ക് എനർജി പഠിക്കുമ്പോൾ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് അപ്ലൈ ചെയ്യണമെങ്കിലും അത് പഠിക്കണമെങ്കിലും, അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് സ്പെസിഫിക്കലി ചോദിച്ചിട്ടില്ലെങ്കിലും സർക്കുലർ മോഷന്റെ കോൺസെപ്റ്റ് എവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും ബേസിക് ആയിട്ടുള്ള ഇപ്പൊ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ, 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ നീറ്റിന് സർക്കുലർ മോഷന്റെ പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് ഇന്ന ചാപ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. മേ ബി ചോദിക്കുന്നത് ലോസ് ഓഫ് മോഷനിൽ നിന്നാവാം, റൊട്ടേഷനിൽ നിന്നാവാം, അല്ലെ വർക്ക് എനർജി എന്നൊക്കെ ആവാം. പക്ഷെ ഈ ബേസിക്സ് അറിയാതെ എന്തായാലും ആ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കാര്യം ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഏരിയ ആണ് പലരും. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ, ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് അലോങ് എ സർക്കുലർ പാത്ത്, അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്നൊക്കെ നമുക്ക് പറയാം. ഒരു സർക്കുലർ പാത്തിൽ കൂടെ കറങ്ങുന്നു. അത് തന്നെ നമുക്ക് യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞ 2 കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. അതേപോലെ അടുത്ത ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ ലോസ് ഓഫ് മോഷനിൽ നമ്മൾ പഠിക്കുന്നത് മുഴുവനും ഹൊറിസോണ്ടൽ പാത്തിലെ സർക്കുലർ മോഷൻ ആണ്. അത് ഫ്രിക്ഷൻ വിത്ത് ഫ്രിക്ഷൻ വരാം, വിത്തൗട്ട് ഫ്രിക്ഷൻ, ടെൻഷന്റെ ഇഫക്റ്റിലൊക്കെ ചോദിക്കാം. ആൻഡ് വർക്ക് എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ആയിട്ട് മാറുന്നു. അവിടെ നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജിയുടെ കോൺസെപ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇതെല്ലായിടത്തും നമുക്ക് ഇതിന്റെ ബേസിക് ത്രെഡ് ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് ആകെ പഠിക്കാനുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള സർക്കുലർ മോഷനിലെ ടെർമിനോളജീസും ചില റിലേഷൻസും ആൻഡ് ഫൈനലി എന്താണ് യൂണിഫോം, നോൺ യൂണിഫോം, സർക്കുലർ മോഷൻ, ഇത്തരം കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അതുമായിട്ട് ചേരുന്ന 1-2 ടെർമിനോളജീസും പഠിച്ച് നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ സർക്കുലർ മോഷൻ യൂണിഫോമും നോൺ യൂണിഫോം നമുക്കറിയാം. യൂണിഫോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യൂണിഫോം എന്ന് പറയുമ്പോൾ എന്താ, സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ ഓർക്കുക. വെലോസിറ്റി എന്തായാലും മാറും. സർക്കുലർ മോഷനിൽ വെലോസിറ്റി മാറും. അങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇഫ് ആൻ ഒബ്ജക്ട്, ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് പോലെ ചോദിക്കാം. ഇഫ് ആൻ ഒബ്ജക്ട് മൂവ് വിത്ത്, സോറി എന്റെ പേന താഴെ നിന്ന് പോയതാണ്. ഇഫ് ആൻ ഒബ്ജക്ട് മൂവ് വിത്ത്
കോൺസ്റ്റന്റ് സ്പീഡ് ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ആക്സിലറേറ്റിംഗ് എന്ന് ചോദിച്ചാൽ യെസ്, സർക്കുലർ മോഷൻ അതിനൊരു എക്സാമ്പിൾ ആണ്. സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താ, സർക്കുലർ മോഷനിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിലും സർക്കുലർ പാത്തിലാണ് കറങ്ങുന്നത്. അപ്പൊ അവിടുത്തെ വെലോസിറ്റിയുടെ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ, മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ലെന്നേ ഉള്ളൂ, ഡയറക്ഷൻ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പൊ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് മൂവ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്, മറ്റേ വേരിയബിൾ സ്പീഡ് ആയിരിക്കും, സ്പീഡ് മാറുന്നുണ്ടാവും എന്ന കാര്യം ഓർത്തിരിക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം. ഓൾറെഡി സ്ലൈഡൊക്കെ ഉണ്ട്, എങ്കിലും പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം, ശ്രദ്ധിച്ചിരിക്കണം. നമുക്കിപ്പോ പഠിക്കാനുള്ള ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ. നമുക്ക് ഇപ്പൊ അതിൽ ഇവിടെ പഠിക്കാനുള്ളത് അത് മാത്രമേ ഉള്ളൂ, യൂണിഫോം സർക്കുലർ മോഷൻ. അതാണ് ഒരു കേസ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത കേസ് നമ്മൾ പഠിക്കുന്നത് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ, ഈ രണ്ട് കേസസ് ആണ് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യം. അപ്പൊ എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഇപ്പൊ ഒരു യൂണിഫോം സർക്കുലർ മോഷനും അതേപോലെ തന്നെ ഞാനൊരു നോൺ യൂണിഫോം സർക്കുലർ മോഷനും കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു ഒബ്ജക്റ്റ് യൂണിഫോം സർക്കുലർ മോഷനിലാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ ഈ ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുമ്പോൾ ഇവന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ടാൻജൻഷ്യലി ഇങ്ങോട്ടാണ്. അതേ സ്ഥാനത്ത് ഇത് ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ടാൻജൻഷ്യലി ഇങ്ങോട്ടായിട്ട് മാറി. ഞാൻ V1 V2 എന്ന് വിളിക്കാനുള്ള കാരണം എന്താ, ഇത് വെലോസിറ്റികളാ, സ്പീഡ് അല്ല, വെലോസിറ്റികളാ. വെലോസിറ്റി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, മാഗ്നിറ്റ്യൂഡിനും ഡയറക്ഷൻ. ഇവിടെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് മാറിയത്. അപ്പൊ നമുക്ക് പറയാം വെക്ടർ V1 നോട്ട് ഈക്വൽ ടു V2, വെക്ടർ V1 നോട്ട് ഈക്വൽ ടു V2. ക്ലിയർ? പക്ഷെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി V1 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി V2 ആണെന്ന് എനിക്ക് പറയാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ഈസ് യൂണിഫോം സർക്കുലർ മോഷൻ, സ്പീഡ് ഈസ് കോൺസ്റ്റന്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറയാൻ പോവാണ്. ഇവിടെ നോട്ട് ഈക്വൽ ആവാനുള്ള കാരണം എന്താ, ഡയറക്ഷൻ മാറുന്നുണ്ട്. ഈ ഡയറക്ഷൻ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. കുറച്ച് കഴിയുമ്പോൾ അത് പഠിക്കും. ഈ ഡയറക്ഷനെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ആക്സിലറേഷൻ ആണ് സെൻട്രിപീറ്റൽ. ഈ മാഗ്നിറ്റ്യൂഡിനെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. അപ്പൊ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ടു ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ടു ചേഞ്ച് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. അപ്പൊ യൂണിഫോം സർക്കുലർ മോഷനിൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ 0 ആണ്. കാര്യം എന്താ, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. പക്ഷെ നോൺ യൂണിഫോം ആക്സിലറേഷനിൽ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ V²/R ആണ്. ക്ലിയർ? V²/R ആണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ നോൺ യൂണിഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള വെലോസിറ്റി V1 ആണ്, ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള വെലോസിറ്റി എന്തുവാണ്, V2 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, എനിക്കറിയാം വെലോസിറ്റി വെക്ടർ V1 നോട്ട് ഈക്വൽ ടു V2 ആണ്. കാര്യം ഡയറക്ഷൻ എന്തായാലും മാറുന്നുണ്ട്. ഓൾസോ, അതും ഇമ്പോർട്ടന്റ് ആണ്, ഓൾസോ മാഗ്നിറ്റ്യൂഡ് ഓഫ് V1 നോട്ട് ഈക്വൽ ടു V2 ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി V2 ആണ്. അപ്പൊ ഇതിന് കാരണക്കാരൻ ആരാ, ഡയറക്ഷൻ മാറുന്നു, ആരാ, സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. ഇതിന് കാരണക്കാരൻ ആരാണ്, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. സോറി, ഞാൻ മറഞ്ഞു നിന്ന് എഴുതിപ്പോയി. ഈ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറാൻ കാരണക്കാരൻ സെൻട്രിപീറ്റൽ ആണ്, മാഗ്നിറ്റ്യൂഡ് മാറാൻ കാരണക്കാരൻ ടാൻജൻഷ്യൽ ആണ്. അപ്പൊ ഇവിടെ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ നോട്ട് ഈക്വൽ ടു 0 ആണ്, ഇവിടെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ നോട്ട് ഈക്വൽ ടു 0 ആണ്. മാഗ്നിറ്റ്യൂഡ് മാറാനും ഡയറക്ഷൻ മാറാനും കാരണക്കാരായിട്ട് രണ്ട് ആക്സിലറേഷൻ ഇവിടെ ഉണ്ട്. ഇനി നമുക്കറിയാം സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ഓൾവേസ് ടുവേർഡ്സ് ഇറ്റ്സ് സെന്റർ ആണ്. സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ടുവേർഡ്സ് ഇറ്റ്സ് സെന്റർ ആണ്. അതുപോലെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ടുവേർഡ്സ് അല്ലെങ്കിൽ അലോങ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. അപ്പൊ ഉറപ്പായിട്ട് ഇവർക്കൊരു റിസൾട്ടന്റ് ആക്സിലറേഷൻ, ഇങ്ങനെ ഒരു റിസൾട്ടന്റ് ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. അതാണ് നെറ്റ് ആക്സിലറേഷൻ. ഞാൻ AR എന്ന് വിളിക്കുന്നു. A റിസൾട്ടന്റ് അല്ലെങ്കിൽ AR വിച്ച് ഈസ് ഈക്വൽ ടു എന്തെഴുതാം, √AC² പ്ലസ് AT² ആയിരിക്കും. ഇതാണ് നോൺ യൂണിഫോം സർക്കുലർ മോഷനിൽ നമ്മൾ പഠിക്കുന്നത്. ആക്ച്വലി ഇത് ലാസ്റ്റ് പഠിക്കേണ്ട സാധനമാണ്, പക്ഷേ യൂണിഫോം നോൺ യൂണിഫോം ആയപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ എൻട്രൻസിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻട്രൻസ് വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നവരാണ്. അപ്പൊ അത് ഇന്ന സമയത്തെ കേൾക്കാവൂ എന്നൊന്നുമില്ല. ഇത് ഫൈനൽ പ്രിപ്പറേഷൻ ആണ്. സർക്കുലർ മോഷനായിട്ട് കണക്ട് ചെയ്ത് പെട്ടെന്ന് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് ഇതിലെ ടെർമിനോളജീസ് പെട്ടെന്ന് നോക്കിയാൽ ടൈം പീരീഡ്, ഫ്രീക്വൻസി.
ഒരു തവണ ഒരു സർക്കുലർ മോഷൻ ഒരു തവണ കറക്കാൻ എടുക്കുന്ന സമയത്തിനെയാണ് ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനത്തെ ഒരു സെക്കൻഡിൽ അങ്ങനത്തെ എത്ര റൊട്ടേഷൻ ഉണ്ട്, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സർക്കുലർ മോഷൻസ് പെർ സെക്കൻഡ്, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഫ്രീക്വൻസി. ഇതിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇത് ഫ്രീക്വൻസി എഫ് അല്ലെങ്കിൽ ന്യൂ ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് 1/t ആണ്. s⁻⁻1 ആണ് യൂണിറ്റ്. ആംഗുലർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട് ആംഗുലർ പൊസിഷൻ, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു സർക്കുലർ മോഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇതൊരു സർക്കുലർ മോഷൻ ആണ്, നമുക്ക് ഇത് അതിന്റെ റഫറൻസ് ലൈൻ ആണ്, എക്സ് ആക്സിസ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് റഫറൻസ് ലൈൻ ആണ്. ഇത് സെന്റർ O ആണ്. സപ്പോസ് ഒരു പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കുവാണെന്ന് വിചാരിക്കുക, പിയിൽ ഇരിക്കുവാണെന്ന് വിചാരിക്കുക. ഈ പിയിൽ നിന്നും Q വരെ ഒരു ഒബ്ജക്റ്റ് എത്തിയപ്പോൾ, പിയിൽ നിന്നും ആ ഒബ്ജക്റ്റ് Q വരെ എത്തിയപ്പോൾ ഇതിന്റെ റേഡിയസ് വെക്ടർ ഇത് ഇത്ര ആംഗിൾ അല്ലേ റൊട്ടേറ്റ് ചെയ്തത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയും തീറ്റ ആംഗിൾ അല്ലേ റൊട്ടേറ്റ് ചെയ്തത്. ആ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ റേഡിയസ് വെക്ടർ സ്വെപ്റ്റ് ചെയ്യുന്ന മേക്ക് ചെയ്യുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ പൊസിഷൻ. ആംഗുലാർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ റഫറൻസ് ലൈനുമായിട്ട് ഈ റേഡിയസ് വെക്ടർ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. ക്ലിയർ? അതുപോലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അതിന്റെ ഡിഫറൻസ് ആണ് പറയാം. അങ്ങനെ കുറെ ടെർമിനോളജീസ് ഉണ്ട്. നമുക്ക് അതിൽ ഓൾറെഡി ഇത് ഞാൻ ആംഗുലാർ ടാൻജൻഷ്യൽ ആക്സലറേഷൻ, സെന്റിപിറ്റൽ ആക്സലറേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ടേംസ് ആണ്, പെട്ടെന്ന് പറഞ്ഞു വിടാം. ടൈം പീരീഡ് എന്താ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഫ്രീക്വൻസി, അതിന്റെ റിലേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആംഗുലർ പൊസിഷൻ, ഇതാണ് ആംഗുലർ പൊസിഷൻ കണ്ടോ, തീറ്റ ആംഗിൾ റേഡിയസ് വെക്ടറായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നതാണ് ആംഗുലർ പൊസിഷൻ. there are 2π റേഡിയൻ ഇൻ ഫുൾ സർക്കിൾ. ഒരു ഫുൾ സർക്കിൾ കറങ്ങിയാൽ 2π റേഡിയൻ ആണ് അവിടുത്തെ ആംഗുലർ പൊസിഷൻ എന്നൊക്കെ ഉള്ളത് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം, യൂണിറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോക്കി വിടുക. അടുത്തത് നോക്കിക്കേ, അവിടെ ഒരു ഡെൽറ്റ തീറ്റ കണ്ടോ, ദാറ്റ് ഈസ് നോൺ ആസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അത് ഇത്രേ ഉള്ളൂ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ ഇതൊരു സർക്കുലാർ പാത്താണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇപ്പൊ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് പിയിലിരിക്കുവാണ് വിചാരിക്കുക. പിയിൽ നിന്നും ഇവൻ Q വരെ എത്തി. അത് കഴിഞ്ഞ് ഇവിടോട്ട് പോയി, ആറിലോട്ട് പോയെന്ന് വിചാരിക്കുക. അപ്പൊ ഇതാണ് ഒറിജിൻ അല്ലെങ്കിൽ സെന്റർ എന്നൊക്കെ വിളിക്കുക. ഒറിജിൻ അല്ല, സെന്റർ എന്നൊക്കെ വിളിക്കുക. ഈ പിയിൽ ഇരുന്ന ആൾ ആദ്യം എവിടെ വരെ പോയി, Q വരെ പോയി. അപ്പം ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു പർട്ടിക്കുലർ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് Qവിൽ നിന്ന് എങ്ങോട്ട് പോയി, ആറിലോട്ട് പോയി അല്ലേ. അപ്പം ഈ പിയിൽ നിന്നും ഇവിടെ വരെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇവിടെ വരെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഫസ്റ്റ് ആംഗിളിനെ θ1 എന്നും സെക്കൻഡ് ആംഗിളിനെ ഞാൻ θ2 എന്നും വിളിച്ചു. θ1 ഉം θ2 ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, റഫറൻസ് ലൈനിൽ നിന്നാണ് θ1 ഉം θ2 ഒക്കെ വരച്ചിരിക്കുന്നത്. ഫ്രം ദ റഫറൻസ് ലൈൻ. എന്താ കാര്യം, അത് ആംഗുലാർ പൊസിഷൻ ആണ്. അപ്പൊ θ1 ആംഗുലാർ പൊസിഷൻ ആണ്, θ2 ആംഗുലാർ പൊസിഷൻ ആണ്. അപ്പൊ θ1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആംഗുലാർ പൊസിഷൻ ആണ്. θ1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആംഗുലാർ പൊസിഷനും θ2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ആംഗുലാർ പൊസിഷനുമാണ്. ഈ ഫൈനൽ ആംഗുലാർ പൊസിഷന്റെയും ഇനിഷ്യൽ ആംഗുലാർ പൊസിഷന്റെയും ഡിഫറൻസിനെയാണ് ഡെൽറ്റ തീറ്റ എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് നോൺ ആസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. യൂണിറ്റ് അഗെയിൻ റേഡിയൻ തന്നെയാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലീനിയർ ആൻഡ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ S is equal to r theta. ആക്ച്വലി dr equal to, ആക്ച്വലി ഇത് നിങ്ങൾ പഠിക്കുന്നുണ്ട്, ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. അവിടുന്ന് ആർക്ക് ലെങ്ത് കാണാൻ S is equal to r theta. ഇതാണ് അവർ തമ്മിലുള്ള റിലേഷൻ. ഈ കാണുന്നവനാണ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, ഈ കാണുന്ന തീറ്റയാണ് ആര്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വിടുക. ആംഗുലാർ വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് നോൺ ആസ് ആംഗുലാർ വെലോസിറ്റി. ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് നോൺ ആസ് ഒമേഗ. യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. വളരെ ബേസിക് ടെർമിനോളജീസ് ആണ്, നിങ്ങൾക്ക് നോക്കി വിടാവുന്നതേ ഉള്ളൂ. അതുപോലെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ, ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ വെലോസിറ്റി ആണെങ്കിൽ ഡി തീറ്റ ബൈ ഡി ടി, ആവറേജ് ആണെങ്കിൽ ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ ആൻഡ് ന്യൂ, ഒമേഗ ഈക്വൽ ടു, നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ആണ്. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, നമ്മൾ പഠിക്കുന്നുണ്ട്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ ഒമേഗ ഈസ് ഇക്വൽ ടു, ഒരു ഫുൾ സർക്കിളിന്റെ കേസിലാണെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് 2π ആണ് ഡിവൈഡഡ് ബൈ ടി. ഇനിയും റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആരാ, ഫ്രീക്വൻസി എഫ് അല്ലെങ്കിൽ നമ്മൾ ന്യൂ എന്നൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒമേഗ ഈസ് ഇക്വൽ ടു 2π f എന്ന് വിളിക്കാം.
2πf എന്ന് വിളിക്കാം. ഇനിയും ഓർത്ത് വെക്കുക, ക്വസ്റ്റ്യനകത്തൊക്കെ ഇങ്ങനെ ഈ ഫ്രീക്വൻസി എഫ് എന്ന് പറയുന്നത് തരുന്നത് RPM-ലായിരിക്കും. റൊട്ടേഷൻ പെർ മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യനകത്ത് തന്നാൽ അത് ഫ്രീക്വൻസിയുടെ വാല്യൂ ആണെന്ന് ഓർത്ത് വെക്കുക, തെറ്റിപ്പോകരുത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, യെസ്. അതുപോലെ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആൻഡ് ആംഗുലർ വെലോസിറ്റി V ഈക്വൽ ടു R ഒമേഗ. V ഈസ് ഈക്വൽ ടു R ഒമേഗ നമുക്കറിയാവുന്നതാണ്. ഇതൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും, ഞാൻ ഡെറിവേഷൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, ഇവിടെ V ഈസ് ഈക്വൽ ടു R ഒമേഗ എന്ന് പറയുമ്പോഴും വെക്ടർ ഫോം എഴുതുമ്പോൾ നേരെ തിരിച്ചാ. എല്ലാവരും ഒരു ഓളത്തിന് ഇങ്ങനെ പറയും V ഈസ് ഈക്വൽ ടു R ഒമേഗ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് പറയാറ്. പക്ഷെ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ V ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് R ആണ്. അതിന് കാരണങ്ങളുണ്ട്. ആ കാരണമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അത് നമ്മൾ റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ പറയുന്നതായിരിക്കും. ജസ്റ്റ് കോൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതുപോലെ ആംഗുലാർ ആക്സിലറേഷൻ, ആംഗുലാർ വെലോസിറ്റി എന്തായിരുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. അപ്പൊ ആംഗുലാർ ആക്സിലറേഷൻ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി, യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിനും നമുക്ക് ഇൻസ്റ്റന്റേനിയസും ആവറേജും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ ആംഗുലാർ ആക്സിലറേഷൻ കാണാനുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഇവിടെ നിന്നാണ് നമ്മൾ പറയുന്നത് ഒരു സർക്കുലർ മോഷനിലെ ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടാൻജൻഷ്യലിന്റെ സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെയും കൂടെ ഇഫക്റ്റീവ് വാല്യൂ, നെറ്റ് വാല്യൂ ആയിരിക്കും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് അവിടെ നിന്ന് പഠിച്ചു വെക്കുക. എന്താണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് ടാൻജൻഷ്യൽ ആക്സിലറേഷന്റെ റിലേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് കിട്ടുന്ന ഒരു ഇക്വേഷൻ A ഈസ് ഈക്വൽ ടു R ആൽഫ. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. Sorry, this is the relation between angular acceleration and tangential acceleration. അപ്പോൾ ഈ റിലേഷൻ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. എന്താണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞാണ്. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ടു ചേഞ്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ആൻഡ് ഓൾസോ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ടു ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അതിന്റെ റിലേഷൻസും എല്ലാം ഇവിടെ ഇക്വേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി വിട്ടാൽ മതി. അതിന്റെ മുഴുവൻ റിലേഷനും ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, സെൻട്രിപിറ്റലിന്റെ റിലേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. കാര്യം ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മളൊരു വൺ ഷോട്ട് സീരീസ് എടുത്ത് പെട്ടെന്നൊന്ന് റെഫർ ചെയ്ത് വിടുമ്പോൾ ഇതൊക്കെ അത്രയ്ക്ക് ഉള്ള കാര്യങ്ങൾ പറയാനുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. യൂണിഫോം സർക്കുലർ മോഷൻ എന്താണെന്നോ അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നോ എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞതാണ്. അതേപോലെ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്ക്. ആക്ച്വലി ഇവിടെ ഡെറിവേഷൻ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ചേഞ്ച് ഇൻ വെലോസിറ്റി, അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് P1 നിന്ന് P2 പോകുമ്പോൾ അവിടെ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് V1 V2 മാറി. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി കാണാൻ നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. ചേഞ്ച്, അതായത് ഇവിടുത്തെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ അതുപോലെ ചേഞ്ച് ഇൻ വെലോസിറ്റി 2v sin θ/2 ആണ്. ഡെറിവേഷൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഡിറൈവ് ചെയ്തൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. ഈ ചാപ്റ്റർ ഇത്രയും കാര്യങ്ങളാണ് സർക്കുലർ മോഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് നോക്കി വിടുക. നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. എ ബോബ് ഈസ് whirled in a horizontal circle by means of a string at initial speed 10 rpm. നിങ്ങൾ മനസ്സിലാക്കുക, ഈ തന്നിരിക്കുന്നത് ഫ്രീക്വൻസിയാണ്. RPM, റൊട്ടേഷൻ പെർ മിനിറ്റ്, തന്നിരിക്കുന്നത് ഫ്രീക്വൻസിയാണ്. If the tension in the string is quadrupled, keeping the radius constant, the new speed എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആക്ച്വലി ടെൻഷൻ ഇൻ ദ സ്ട്രിങ്, അതായത് നമ്മൾ ഒരു സ്ട്രിങ്ങിൽ ഒരു ബോബ് അറ്റാച്ച് ചെയ്തിട്ടേക്കുവാണ്, എന്നിട്ട് ഇതൊരു ഹൊറിസോണ്ടൽ സർക്കുലാർ പാത്തിൽ ഇങ്ങനെ കറക്കുവാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആക്ച്വലി മെക്കാനിക്സിലേക്ക് കൂടെ കയറി കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആക്ച്വലി ഇത് ഈ ചാപ്റ്ററിലല്ല, ഇത് ലോസ് ഓഫ് മോഷനോടെ പഠിച്ചിട്ട് പറയേണ്ട കാര്യമാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം ടെൻഷൻ ഓൾവേസ് എവേ ഫ്രം ദ ബോബ് ആണ്. ഇപ്പൊ ടെൻഷൻ എവേ ഫ്രം ദ ബോബ് ആണ്. ടെൻഷൻ ഓൾവേസ് ടുവേർഡ്സ് ദ സെന്റർ ആണ്. ആ സെന്ററിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഫോഴ്സിനെ പറ്റി പഠിക്കുന്നില്ല, ഫോഴ്സ് ഒക്കെ അടുത്ത ചാപ്റ്ററിലാണ് വരുന്നത്. ബട്ട് സ്റ്റിൽ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടുവാണ്. അപ്പൊ അവിടെ ടെൻഷൻ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? സെൻട്രിപീറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആ സെൻട്രിപീറ്റൽ ഫോഴ്സ് കാണാൻ ഇക്വേഷൻ എന്താ? ഒന്നെങ്കിൽ mv²/r എടുക്കാം, അല്ലെങ്കിൽ mr ω² എന്ന് എടുക്കാം. അപ്പൊ എനിക്ക് ഇവിടുന്ന് മനസ്സിലായി സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രപ്പോർഷണൽ ടു ω² ആണ്. ഇനി നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. അപ്പൊ ഒമേഗയ്ക്ക് പ്രപ്പോർഷണാലിറ്റി ഫ്രീക്വൻസിയുമായിട്ടാണ്. കാര്യം 2ഉം πയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സെൻട്രിപീറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ ടെൻഷൻ ഒമേഗമായിട്ടാണ് പ്രപ്പോർഷണാലിറ്റി. പക്ഷെ ഒമേഗയ്ക്ക് പകരം നിങ്ങൾക്ക് ഫ്രീക്വൻസി കൊടുക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഫ്രീക്വൻസിയാണ്. അപ്പൊ ഫ്രീക്വൻസിനെ ഡയറക്ട്ലി നിങ്ങൾക്ക് ഒമേഗയോട് കണക്ട് ചെയ്യാം. കാര്യം ബിക്കോസ് ദേ ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ. അത് എങ്ങനെ എഴുതുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ തന്നിരിക്കുന്ന വാല്യൂ ഫ്രീക്വൻസിയാണ്, പക്ഷെ ഞാൻ ഇൻ ടേംസ് ഓഫ് ഒമേഗയിലാണ് എഴുതുന്നത്. അപ്പൊ ഒന്നാമത്തെ കേസിലെ ടെൻഷനെ നമുക്ക് T1 എന്ന് വിളിക്കാം, രണ്ടാമത്തെ കേസിലെ ടെൻഷനെ T2, ഒന്നാമത്തെ കേസിലെ
ω1 ω2 എന്ന് എടുക്കാം. നിങ്ങൾക്ക് ഇതിനെ എന്തെന്നും എടുക്കാം, f1/f2 എന്ന് എടുക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ സ്ക്വയർ ഇടാൻ മറക്കരുത്. ഓക്കെ. ഇനി എ ബോബ് വേൾഡ് ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിൾ ബൈ മീൻസ് ഓഫ് എ സ്ട്രിംഗ് at an initial speed of 10 rpm. 10 rpm. The tension in the string is quadrupled. Tension in the string quadrupled എന്ന് വെച്ചാൽ എത്ര ടൈംസ് ആക്കി? ഡബിൾ എന്ന് പറയുമ്പോൾ 2 times, ട്രിപ്പിൾഡ്, പിന്നെ ക്വാഡ്രപ്പിൾ. യെസ്. അപ്പൊ ഒന്നാമത്തെ കേസിലെ ടെൻഷനെ നിങ്ങൾക്ക് ടി എന്ന് വിളിക്കാം, രണ്ടാമത്തെ കേസിലെ ടെൻഷനെ നിങ്ങൾക്ക് 4t എന്ന് വിളിക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ കേസിലെ ഒമേഗ എത്രയാ? 10 ആണ്. രണ്ടാമത്തെ കേസിൽ ഒമേഗ എനിക്ക് അറിയത്തില്ല, കണ്ടുപിടിക്കണം. അതിന്റെ ഹോൾ സ്ക്വയർ എന്ന് എടുക്കാം. അപ്പൊ ഇവിടുന്ന് ഒരു ടിയും കട്ട് ചെയ്ത് കളയാം. ഇവിടെ നിങ്ങൾ റൂട്ട് എടുത്താൽ ഇതങ്ങ് പൊക്കോളും. അപ്പൊ ഇത് 1/2 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഇത് 1/2 എന്ന് കിട്ടും. അപ്പൊ 1/2 ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ ω2. സോ ω2 ഈക്വൽ ടു 20 rpm എന്ന് കിട്ടും. ആക്ച്വലി ω2 20 rpm. പക്ഷെ നമ്മളോട് ചോദിച്ചത് ന്യൂ സ്പീഡ്, ന്യൂ സ്പീഡ്. യെസ്, അത് 20 rpm എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 എടുക്കാം. ഓപ്ഷൻ 1 എടുക്കാം. ചെയ്തു പോകാവുന്ന ക്വസ്റ്റൻ ആണ്, വലിയ ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ഒന്നുമില്ല. അടുത്തത്, പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് യൂണിഫോം സർക്കുലർ മോഷൻ. പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് യൂണിഫോം സർക്കുലർ മോഷൻ ആയിക്കോട്ടെ. യൂണിഫോം സർക്കുലർ മോഷൻ വിത്ത് എ വെലോസിറ്റി v, ആക്സിലറേഷൻ a, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ. കണ്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ, ഏതാണ് ശരി എന്ന് ആലോചിച്ചത്. മക്കളെ, യൂണിഫോം സർക്കുലർ മോഷൻ ആകുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ള വെലോസിറ്റി ടാൻജൻഷ്യലി v1 ആണ്, ഇവിടെ എത്തുമ്പോൾ ഉള്ള വെലോസിറ്റി ടാൻജൻഷ്യലി v2 ആണ്. നമ്മൾ പഠിച്ചതാണ്. യൂണിഫോം ആയിക്കോട്ടെ നോൺ യൂണിഫോം ആയിക്കോട്ടെ v1 നോട്ട് ഈക്വൽ ടു v2 ആണ്. കാര്യം വെലോസിറ്റി എന്തായാലും ചേഞ്ച് ചെയ്യും, കാര്യം എന്ത് മാറുന്നുണ്ട്, ഡയറക്ഷൻ മാറുന്നുണ്ട്. അപ്പൊ v കോൺസ്റ്റന്റ് അല്ല, ഇത് രണ്ടിലേതേലും വരണം. ഇനി അടുത്തത് എന്താ? ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ്. ആക്സിലറേഷൻ ഇങ്ങോട്ട് വരുമ്പോൾ ആക്സിലറേഷൻ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇങ്ങോട്ടാണ്, ഇവിടെ വരുമ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇങ്ങോട്ടാണ്. അതായത് ഡയറക്ഷൻ സെൻട്രിപെറ്റൽ ആക്സിലറേഷനെ മാറുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിക്കോട്ടെ, പക്ഷെ ഡയറക്ഷൻ മാറുന്നുണ്ട്. സോ എന്ത് പറയാൻ പറ്റും? v ഈസ് നോട്ട് കോൺസ്റ്റന്റ് ആൻഡ് a ഈസ് ഓൾസോ നോട്ട് കോൺസ്റ്റന്റ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. കോൺസെപ്റ്റ് നല്ലതാണ്, നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, എ കാർ ഈസ് മൂവിംഗ് വിത്ത് എ സ്പീഡ് 30 m/s. സ്പീഡ് തന്നിട്ടുണ്ട് 30 m/s ഓൺ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് 300 meter. ഇറ്റ് സ്പീഡ് ഈസ് ഇൻക്രീസസ് അറ്റ് എ റേറ്റ്. സ്പീഡ് ഈസ് ഇൻക്രീസസ് അറ്റ് എ റേറ്റ് എന്ന് പറയുമ്പോൾ സ്പീഡിന് ചേഞ്ച് ആയ ആക്സിലറേഷൻ ആയി തന്നിരിക്കുന്നത് 4 m/s തന്നിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കുക, സ്പീഡിനെ ചേഞ്ച് ചെയ്യിക്കുന്ന ആൾ ആരാ? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആണ്. നമുക്ക് ആ തന്നിരിക്കുന്ന 4 m/s ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം നമ്മൾ പഠിപ്പിച്ചിരുന്നു, സെൻട്രിപീറ്റൽ ആക്സിലറേഷന്റെ പണി എന്തായിരുന്നു? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിക്കുകയും ടാൻജൻഷ്യൽ ആക്സിലറേഷന്റെ പണി മാഗ്നിറ്റ്യൂഡ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് മാറ്റാൻ കാരണക്കാരൻ ഇവനാണ്. അപ്പൊ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ 4 m/s ആണ്. സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ v² ഡിവൈഡഡ് ബൈ r ആണ്. അപ്പൊ v നമുക്ക് തന്നിട്ടുണ്ട് 30. അപ്പൊ 30യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ റേഡിയസ് 300 ആണ് അല്ലെ? റേഡിയസ് 300 ആണ്. ഇവിടുന്ന് 2 0 2 0 2 0 2 0 3 എല്ലാം കട്ടായിപ്പം. അപ്പൊ ഇത് 3 m/s എന്ന് കിട്ടും. 3 m/s എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റിസൾട്ടന്റ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് സെൻട്രിപീറ്റൽ സ്ക്വയർ പ്ലസ് ടാൻജൻഷ്യൽ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സെൻട്രിപീറ്റൽ 3² ആണ്, ടാൻജൻഷ്യൽ 4² ആണ്. എന്താ വെച്ചാൽ 5 കിട്ടും. 5 m/s എന്ന് കിട്ടും. ഒന്നുമില്ല, ഡയറക്റ്റ് വാല്യൂ ആണ്. പെട്ടെന്ന് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്, പെട്ടെന്ന് ഈസിയാണ്. സർക്കുലർ മോഷൻ എന്ന് ചോദിക്കുന്ന മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഞാൻ ഇത് കുറച്ച് സ്പീഡിൽ തന്നെ ചെയ്തു പോകുന്നത്. 5 m/s എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ ഫിഗർ ആക്സിലറേഷൻ തന്നിട്ടുണ്ട് എത്രയാണ്? 5 m/s റെപ്രസെന്റ് ദി ടോട്ടൽ ആക്സിലറേഷൻ. ഈ തന്നിരിക്കുന്നത് ടോട്ടൽ ആക്സിലറേഷൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ടോട്ടൽ ആക്സിലറേഷൻ ആണെങ്കിൽ ഇങ്ങോട്ട് ആരുണ്ട്? സെൻട്രിപീറ്റൽ ആക്സിലറേഷനും ഉണ്ട്, ഇങ്ങോട്ട് ആരുണ്ട്? ടാൻജൻഷ്യൽ ആക്സിലറേഷനും ഉണ്ട്. ഉറപ്പല്ലേ? യെസ്. ഇനി എന്താ തന്നിരിക്കുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, റേഡിയസ് 2.5 meter ഗിവൺ ഇൻസ്റ്റന്റ്. ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ്. സ്പീഡാ ചോദിച്ചത്. നിങ്ങൾ ഇവിടെ നോക്കിയേ, സെൻട്രലോട്ട് ആക്ട് ചെയ്യുന്നത് ഇവനാ, സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. അപ്പൊ നമുക്ക് ഒരു കാര്യം ഇവിടുന്ന് പറഞ്ഞുകൂടെ? അവിടുത്തെ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താ? v² ബൈ r ആണ്. ഇതിനെ ആരോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? ഈ കാണുന്ന വാല്യൂ എയും ഇത് 30 ആണെങ്കിൽ ഇതിന്റെ ഒരു കമ്പണന്റ് അല്ലേ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? അപ്പൊ ഈ കമ്പണന്റ് ആരാ? a cos 30 അല്ലേ?
കാര്യം ഇത് 30 അപ്പൊ ഇത് a cos 30, ഇത് a sin 30. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ a sin 30 ആണ്. ഇവൻ എന്ന് പറയുന്നത് a cos 30 ആണ്. അപ്പൊ ഇവനെ എനിക്ക് ആരോട് ഇക്വേറ്റ് ചെയ്യാം? a cos 30 ഓട് ഇക്വേറ്റ് ചെയ്യാം. a cos 30 ഓട് ഇക്വേറ്റ് ചെയ്യാം. സോ v സ്ക്വയർ ഡിവൈഡഡ് ബൈ r എത്രയാണ്? 2.5 വിച്ച് ഈസ് ഈക്വൽ ടു a cos 30. a തന്നിട്ടുണ്ടല്ലോ. a എത്രയാ? 15 cos 30 √3/2 √3/2. ഓക്കെ അല്ലേ? യെസ്. നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത അല്ല ഐ മീൻ സോറി വി സ്ക്വയർ ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ഓക്കെ. അപ്പൊ നോക്കിയേ, ഇവിടെ നമുക്ക് വി സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ എഴുതാം? 2.5 ഇൻറ്റു 15 ഇൻറ്റു √3/2. ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. 7.5. ബാക്കി നമുക്ക് 7.5 ഇൻറ്റു 2.5 എടുക്കുക. √3 1.7 ആണ്. അതിന്റെ റൂട്ട് എടുത്താൽ മതി. അപ്പൊ വി അപ്രോക്സിമേറ്റ് വാല്യൂ 5.6 സംതിങ് 5.7 മീറ്റർ പെർ സെക്കൻഡ് നേടും. 5.7 മീറ്റർ പെർ സെക്കൻഡ് നേടും. ഓപ്ഷൻ 3 എടുക്കാവുന്നതാണ്. ഈ കാൽക്കുലേഷൻ ബാക്കി നിങ്ങൾ എളുപ്പത്തിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഓൾറെഡി ചെയ്ത് നോക്കിയതായിരുന്നു അത്. സോ മക്കളെ, സർക്കുലർ മോഷൻ വരെയുള്ള മോഷൻ ഇൻ എ പ്ലെയിനിലെ ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിപ്പിച്ചത് മനസ്സിലായി എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആക്ച്വലി നിങ്ങൾ എന്താ പറയുന്നത്, കുറേ പേരൊക്കെ ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും മാക്സിമം അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല സമയം കണ്ടെത്തുക. ഇനിയുള്ള സമയം വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഫെബ്രുവരി കഴിയാറായി. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കട്ടെ. കണ്ടിന്യൂസ് ക്ലാസ് എടുത്ത് ഞാനും കുറച്ച് ടയേർഡായി. സോ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് കണ്ടുമുട്ടാം. മോഷൻ ഇൻ എ പ്ലെയിൻ അടുത്തത് ലോസ് ഓഫ് മോഷൻ ആയിരിക്കും. കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷെ വൺ ഷോട്ടൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, വൺ ഷോട്ട് തന്നെ, വൺ ഷോട്ടിന്റെ അർത്ഥം ഒറ്റ ഷോട്ടിൽ എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ടും നമ്മളത് സ്പ്ലിറ്റപ്പ് കൊടുത്ത് എടുക്കുന്നത്. കുറേ ലെങ്തി ആയിട്ട് ക്ലാസ്സുകൾ വന്നാൽ നമ്മൾ ലൈവ് ക്ലാസ്സസ് ഒന്നും അല്ലല്ലോ എടുക്കുന്നത്. നിങ്ങൾ കൂടുതലും റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് കാണുന്നത്. അപ്പൊ എല്ലാവരും അത് പ്രോപ്പറായിട്ട് ഇരുന്ന് കാണില്ല. കണ്ടിന്യൂസ് 4 മണിക്കൂറൊക്കെ 5 മണിക്കൂറൊക്കെ ഇട്ടാൽ കാണില്ല എന്നുള്ള കോൺഫിഡൻസ് എനിക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.